ലൈല മജ്നു പ്രണയത്തിൻ്റെ പര്യായമായ ആ പേര് കേൾക്കാത്തവർ നമ്മൾക്കിടയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രണയത്തിൻ്റെ അനന്തമായ കവിതകളിലൂടെയും കഥകളിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെ ഒരുപാട് കേട്ട ലൈല മജ്നു എന്ന പ്രണയ ദമ്പതികളുടെ അതിമനോഹരമായ പ്രണയത്തിൻ്റെ വിഹായസിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. സത്യത്തിൽ ആരായിരുന്നു ലൈല മജ്നു? അവരുടെ ലോകത്തിലേക്കാണ് ഞാനിത് നിങ്ങളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത്. കൈസ് ബിൻ മുലവ്വ, ലൈല ബിൻ തൽ മഹദി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അവർ പിന്നീട് എങ്ങനെയാണ് കൈസ് മജ്നു ആയത്? അവരുടെ പ്രണയത്തിൻ്റെ അനന്തമായ ആ കഥകളുടെ ലോകത്തിലേക്ക്. അറേബ്യയിലെ ബനു ആമിർ എന്ന പ്രശസ്തമായ ഗോത്രത്തിലാണ് കൈസ് പിറക്കുന്നത്. വലിയ ഗോത്രവും അവരെ വളരെ ആഡംബരത്തോടു കൂടെയാണ് മുലവ്വ എന്ന കൈസിൻ്റെ പിതാവ് ഈ കുഞ്ഞിൻ്റെ ജനനത്തെ സ്വീകരിക്കുന്നതും വളരെ സന്തോഷത്തോടു കൂടെയുള്ള ദിവസങ്ങളുമായിരുന്നു അന്ന്. അതേ കാലയളവിൽ തന്നെയാണ് തൊട്ടടുത്തുള്ള ഗോത്രത്തിൽ ലൈല എന്ന് പറയുന്ന രാത്രിയുടെ സൗന്ദര്യമുള്ളവൾ എന്നറിയപ്പെടുന്ന ലൈല എന്ന സുന്ദരിയായ പെൺകുട്ടിയും പിറക്കുന്നത്. അറേബ്യയിൽ പണ്ട് മുതലേ നിലനിന്നിരുന്ന കുടുംബ ഗോത്ര മഹിമകളൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലമാണത്. അക്കാലത്തുണ്ടായിരുന്ന കുട്ടികൾക്ക് ഈ അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് അവരൊക്കെ വളരെ ആത്മാഭിമാനത്തോടു കൂടെ കണ്ടിരുന്ന പ്രക്രിയയായിരുന്നു. ഇന്നത്തെ പോലെ കെട്ടിടങ്ങളോ അതിനു വേണ്ടിയിട്ടുള്ള മദ്രസ, സ്കൂൾ സ്ഥാപനങ്ങളോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കൂടെ ഒരു ഈത്തപ്പന തണലിൻ്റെ അരികിൽ ഒരു കൂടാരത്തിൽ അക്കാലത്ത് അവിടെ നിലവിലുണ്ടായിരുന്ന നല്ല അറിവുള്ള ഒരാൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഖുർആനും അറബി ഭാഷയും കവിതകളും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയും അതൊക്കെ പഠിപ്പിക്കുകയും അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമ്പ്രദായമായിരുന്നു അന്നും നിലവിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ കൈസും ലൈലയും ആദ്യമായിട്ട് കാണുന്നത്. അവരുടെ കൂടാരത്തിൽ ഉണ്ടായിരുന്ന ഇതുപോലെ ഖുർആൻ പഠിപ്പിക്കാനും അക്ഷരങ്ങൾ പകർന്നു കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്ന അവരുടെ ഉസ്താദിൻ്റെ ഈ മദ്രസയിൽ വെച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് കൈസും ലൈലയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. കൈസിന് ആദ്യമേ ഈ രാത്രിയുടെ സൗന്ദര്യമുള്ളവൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ലൈലയെ ആദ്യ കാഴ്ചയിൽ തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അത്രയും സുന്ദരിയായിരുന്നു ലൈല. കൈസും അതിമനോഹരമായ കുട്ടിയായിരുന്നു. എല്ലാവരും ഈ പഠന കാലയളവിൽ അവരുടെ ഇടവേളകളിലൊക്കെ പുറത്ത് പോയി മരുഭൂമികളിലും പരസ്പരം കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും ഒട്ടകങ്ങൾക്കിടയിലും മാടുകൾക്കിടയിലും ഒക്കെ പരസ്പരം സംസാരിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ സൗഹൃദത്തോടെയായിരുന്നു ഇവരുടെ ആദ്യകാല ജീവിതമൊക്കെ തുടങ്ങുന്നത്. കൈസരെ സംബന്ധിച്ചിടത്തോളം മറ്റു കുട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് മറ്റുള്ള വിനോദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി കൈസ് പ്രകൃതിയെ നിരീക്ഷിക്കാനും ആകാശങ്ങൾ നിരീക്ഷിക്കാനും അതുവഴി കൈസ് ആദ്യകാലം മുതലേ കവിതകൾ എഴുതാനും അതിങ്ങനെ പാടി നടക്കാനൊക്കെ തുടങ്ങുമായിരുന്നു. അറേബ്യകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ കവിത എന്നുള്ളത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ഘടകമാണ്. കൈസിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ കൈസിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നുണ്ട്. ആദ്യകാലം മുതലേ കൈസ് ഈ പ്രകൃതിയുടെയും ആകാശത്തിൻ്റെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ സൗന്ദര്യവും അതിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ അവിടുത്തെ ചെറിയ ചെറിയ വാക്കുകളിൽ ഒതുക്കിക്കൊണ്ട് കവിത പാടുന്നത് വളരെ സ്വാഭാവികമായി എല്ലാവരും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് കൈസ് ആദ്യമായിട്ട് തുകൽ കഷ്ണങ്ങളിലൊക്കെ എഴുതിയ കവിതകൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്ന കൂടെ ജനിച്ച് കളിച്ച് വളരുന്ന ഈ ലൈലയ്ക്ക് പലപ്പോഴും സമ്മാനിക്കുമായിരുന്നു. എല്ലാവരും പുറത്തൊക്കെ പോയി കളിക്കുന്ന സമയത്ത് ലൈലയും മജ്നുവും മരുഭൂമിയുടെ ഭ്രാന്തങ്ങളിലൊക്കെ ആടിനെ മേയ്ക്കാനും ഒട്ടകത്തെ മേയ്ക്കാനൊക്കെ പോകുമ്പോൾ അവർ പരസ്പരം ഇങ്ങനെ ഒപ്പം സഞ്ചരിക്കുകയും ഒരുമിച്ച് കളിക്കുകയും പരസ്പരം കവിതകൾ പാടുകയും മജ്നു അവൻ്റെ മനോഹരമായ കവിതകൾ ലൈലയ്ക്ക് പാടിക്കൊടുക്കുകയും ലൈല അത് മനഃപ്പാഠമാക്കി സ്വന്തം വീട്ടിൽ പോയിട്ട് പാടുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ വളരെ മനോഹരമായ ഒരു ബാല്യകാല സ്മരണകളിലേക്കും അതിൻ്റെ ഓർമ്മകളിലേക്കൊക്കെയാണ് ആദ്യകാലം മുതലേ ലൈലയും മജ്നുവും കാലെടുത്ത് വെക്കുന്നത്. പതിയെ പതിയെ കൈസിൻ്റെ കവിതകൾ ലൈലയെ പറ്റി പറയുന്ന, ലൈലയുടെ സൗന്ദര്യം വർണ്ണിക്കുന്ന, അവരുടെ മനോഹരമായ മുടിയിഴകളെ പറ്റിയും അവരുടെ കണ്ണുകളെ പറ്റിയൊക്കെ വിശേഷിപ്പിക്കുന്ന, അങ്ങനെ പതിയെ പതിയെ ലൈലയിലേക്ക് കൈസിൻ്റെ കവിതകൾ ഇങ്ങനെ വഴിമാറി തുടങ്ങുകയാണ്. ഓരോ ദിവസവും ഇവർ ഒരുമിച്ച് കാണുമ്പോഴും കളിക്കുമ്പോഴൊക്കെ കൈസ് അവളെക്കുറിച്ച് എഴുതിയ കവിതകളൊക്കെ ലൈലക്ക് പാടിക്കൊടുക്കും. ലൈലയാണെങ്കിൽ അവളെക്കുറിച്ചുള്ള ഈ കവിതകളൊക്കെ വളരെ മനോഹരമായിട്ട് ആസ്വദിക്കുകയും ചെയ്തു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ കൈസിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ലോകമായിട്ട് ഈ ലൈലയെക്കുറിച്ചുള്ള കവിതകളൊക്കെ മാറുന്നു.
അങ്ങനെ അവരുടെ ബാല്യകാലം അതിമനോഹരമായിട്ട് ഈ ഓർമ്മകളുമായിട്ട് പിന്നിട്ട് പോവുകയാണ്. അവർ അവരുടെ കൗമാരകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോഴും കൈസ് ഈ ലൈലയെ പറ്റിയുള്ള അതിമനോഹരമായ കവിതകൾ പാടിക്കൊണ്ടാണ് ആ ഇടനാഴികളിലൂടെ മുഴുവനും നടന്നു തുടങ്ങുന്നത്. പക്ഷേ ആ സമയത്താണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ സംഭവിക്കുന്നത്. ലൈലയെപ്പറ്റി ഇങ്ങനെ നിരന്തരം കവിത പാടി നടക്കുന്ന കൈസിനെ കുറിച്ചുള്ള വാർത്ത ഈ ലൈലയുടെ ഗോത്രക്കാരുടെ ചെവികളിലേക്ക് എത്തുന്നു. അങ്ങനെ ഈ ലൈലയുടെ ഗോത്രത്തിലെ മുഴുവൻ ആളുകളും തങ്ങളുടെ ഈ പെൺകുട്ടിയെ പറ്റി കവിതകൾ പാടി നടക്കുന്ന, അവളുടെ സൗന്ദര്യം വർണ്ണിക്കുന്ന, ഈ കവിതകൾ ഇങ്ങനെ ഏറ്റുചൊല്ലി നടക്കുന്ന ഈ കൈസിനെ കുറിച്ച് അവർ അറിയുകയാണ്. ഉടനെ ലൈലയുടെ പിതാവായിരുന്ന മഹദി ഈ കൈസിൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മകനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഞങ്ങളുടെ ഗോത്രത്തിലെ ഒരു പെൺകുട്ടിയുടെ പേരിങ്ങനെ നിരന്തരം അങ്ങാടിപ്പാട്ടായിട്ട് പാടി നടക്കുന്നത് ഞങ്ങളുടെ ഗോത്രത്തിന് വളരെ അപമാനകരമാണ്. അക്കാലത്ത് ഗോത്രമഹിമയും ഈ കുടുംബ പാരമ്പര്യമൊക്കെ വളരെ അതിൻ്റെ ഉച്ചിയിൽ കത്തി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ സ്ത്രീകളുടെ പേര് പോലും അവർ വളരെ പവിത്രമായി കൊണ്ട് നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ഈ ഒരു കവിതകളിൽ മുഴുവനും കഥാപാത്രമായിക്കൊണ്ട് അവരുടെ ഈ പെൺകുട്ടി വരിക, അത് മുഴുവൻ ആളുകളിലേക്ക് എത്തുക എന്നൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനകരമായൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ലൈലയുടെ പിതാവ് കൈസിൻ്റെ പിതാവിനോട് ചെന്നിട്ട് ഈ വാർത്തകൾ പറയുന്നത്. കൈസിനെ സംബന്ധിച്ചിടത്തോളം ലൈല എന്നത് അവൻ്റെ ലോകമായി മാറിയിരിക്കുകയാണ്. അവളെ കാണാതെ ഒരു നിമിഷം പോലും നിൽക്കാനാവില്ല എന്ന അവസ്ഥയിലേക്ക് കൈസ് എത്തിയിരുന്നു. അവർ തമ്മിൽ പരസ്പരം ഒരു പ്രണയം ഉടലെടുക്കുകയും അത് അതിതീവ്രമായ പ്രണയത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. കൈസിനെ സംബന്ധിച്ചിടത്തോളം ലൈല തൻ്റെ ലോകമായി മാറുകയാണ്. മറിച്ച് ലൈലയുടെ അവസ്ഥ എടുത്ത് നോക്കുമ്പോഴും ഇതുപോലെ തന്നെ കൈസ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ അധ്യായമായിട്ട് മാറുന്നു. അവർ പരസ്പരം അഗാധമായ പ്രണയത്തിൻ്റെ ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഈ മഹദി വന്നുകൊണ്ട്, ലൈലയുടെ പിതാവ് വന്നുകൊണ്ട് കൈസിൻ്റെ പിതാവിനോട് ഈ വാർത്തകളൊക്കെ പറഞ്ഞ ഉടനെ കൈസിനെ തൻ്റെ പിതാവ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മകനെ, എനിക്കറിയാം നിനക്ക് ലൈലയെ വളരെ ഇഷ്ടമാണ്, നിങ്ങൾ രണ്ടുപേരും മനോഹരമായ പ്രണയത്തിലാണ് എന്നതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നീ ഇങ്ങനെ അവളുടെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ട് കവിതകൾ പാടി ഇനി ഈ റോഡിലൂടെ ഒന്നും നടക്കരുത്. അതിൻ്റെ സമയമാകുമ്പോൾ ഞങ്ങൾ തന്നെ മുൻകൈയെടുത്ത് ആ ബന്ധം അതിമനോഹരമായിട്ട് നമുക്ക് നടത്താം. അതുകൊണ്ട് നീ അല്പകാലം ക്ഷമിക്കണം, അവരുടെ പേര് പാടി നടക്കുന്നത് നീ അവസാനിപ്പിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ തന്നെ കൈസിൻ്റെ പിതാവ് കൈസിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷേ കൈസിനെ സംബന്ധിച്ചിടത്തോളം ലൈലയും അവളുടെ ഓർമ്മകളും അവളുടെ മനോഹരമായ കാഴ്ചയും അവളെക്കുറിച്ചുള്ള കവിതകളൊക്കെയാണ് അവൻ്റെ ജീവിതം തന്നെ. അത് അവസാനിപ്പിക്കാൻ കൈസിനോട് പറയുക എന്നത് കൈസിനോട് ശ്വാസം വലിക്കുന്നത് നിർത്താൻ പറയുന്നത് പോലെയാണ്. കാരണം അവരുടെ ഓർമ്മകളിലും അവരുടെ സ്നേഹത്തിലും മാത്രമാണ് കൈസ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ. കൈസിനെ സംബന്ധിച്ചിടത്തോളം അത് അസഹനീയമായ, അവസാനിപ്പിക്കാനാവാത്ത ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നു. അതുകൊണ്ട് കൈസ് വീണ്ടും തൻ്റെ കവിത പാടലും ലൈലയുമായിട്ടുള്ള സല്ലാപങ്ങളും ലൈലയുമായിട്ടുള്ള കളിച്ചു നടക്കലും അവരുടെ മരുഭൂമിയിലൂടെയുള്ള യാത്രകളൊക്കെ അങ്ങനെ തുറന്നു കൊണ്ടുപോവുകയാണ്. അങ്ങനെ ദിവസവും കൈസ് ഇങ്ങനെ ലൈലയെ കാണാൻ അവളുടെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ചുകൊണ്ട് അവളുടെ പറ്റിയുള്ള കവിതകൾ പാടുക എന്നതൊക്കെ ഈ ലൈലയുടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഗോത്രത്തിനെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും കൈസിനെ അവരുടെ വീട്ടുപടിക്കൽ നിന്ന് ആട്ടി ഓടിക്കുന്നുണ്ട്. ഈ ലൈലയുടെ സഹോദരന്മാരും ലൈലയുടെ ബാപ്പയൊക്കെ വന്നുകൊണ്ട് പലപ്പോഴും ലൈലയെ കാണാൻ വരുന്ന കൈസിനെ ഇവർ ആട്ടി പായിക്കുന്നുണ്ട്. പക്ഷേ കൈസിനെ സംബന്ധിച്ചിടത്തോളം അത് നിർത്താനാവുമായിരുന്നില്ല. അങ്ങനെ ദിവസവും പോയപ്പോൾ ഇവർ ലൈലയെ വീട്ടു തടങ്കലിലാക്കുകയാണ്. അവരെ പഠിക്കാൻ വേണ്ടിയിട്ട് പള്ളിക്കൂടത്തിലേക്കോ കൈസിനെ കാണാൻ വേണ്ടി മരുഭൂമിയിലേക്കോ ഒന്നും പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത വിധം ലൈലയെ അവരവരുടെ വീട്ടു തടങ്കലിൽ തന്നെ തളച്ചു വെക്കുകയാണ്. അവരുടെ ഗോത്രത്തിനെ സഹായിക്കുക, അതിൻ്റെ അഭിമാനം സംരക്ഷിക്കുക എന്നതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഇങ്ങനെ ഈ ലൈലയെ കൈസിൽ നിന്ന് ഇവരെ അകറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. കൈസിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലോകത്ത് ഒരു കരിനിഴൽ വീണ പോലെയായിരുന്നു അത്. തൻ്റെ പ്രേമഭാജനമായ ലൈലയെ ഒരു നോക്കുപോലും കാണാനാവാത്ത ഒരു ദിവസം തള്ളി നീക്കുക എന്ന് പറഞ്ഞാൽ കൈസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും താങ്ങാനാവാത്ത ഒരു കാഴ്ചയായിരുന്നു.
അതുകൊണ്ട് തന്നെ കൈസ് നിരന്തരം ലൈലയെ തേടി നടക്കുന്നുണ്ട്. ലൈല നടന്ന വഴികളിലൂടെ നടക്കുന്നുണ്ട്. ലൈലയെ തേടിയെത്തുന്ന കാറ്റിനെയും ലൈലയും കൈസും ഒരുമിച്ച് സംസാരിച്ചിരുന്ന മരച്ചില്ലകളിലും അവരത്തെ മരത്തണലുകളൊക്കെ ചെന്നിട്ട് കൈസ് ലൈലയുടെ ഓർമ്മകൾ പറയുന്ന മനോഹരമായ കവിതകൾ പാടി നടക്കുകയാണ്. ലൈലയുടെ ഓരോ ഓർമ്മകളും കൈസിനെ അത്രത്തോളം തീവ്രമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു മനോഹരമായ സംഭവം അന്ന് നടക്കുന്നത്. ലൈലയുടെ വീട്ടിലെ ഒരു നായ ഒരു ദിവസം ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോഴാണ് കൈസ് ആ നായയുടെ പിറകെ ഓടിച്ചെല്ലുന്നത്. ആ നായയുടെ പിറകെ ഓടി ഓടി കുറച്ചാളുകൾ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മുൻപിലൂടെയാണ് ആ നായ ഓടുന്നത്. സ്ഥലകാല ബോധം എല്ലാം നഷ്ടപ്പെട്ട കൈസ് തൻ്റെ പ്രേമഭാജനമായ ലൈല എന്നൊരൊറ്റ ലക്ഷ്യം കൊണ്ട് ആ നായയുടെ പിറകെ ഓടുകയാണ്. അങ്ങനെ ആ നിസ്കരിക്കുന്ന ആളുകളുടെ മുന്നിലൂടെയാണ് കൈസ് ഓടുന്നത്. നായ എവിടെയോ പോയി മറഞ്ഞു. കൈസ് തിരിച്ചു വരുമ്പോൾ ഈ മരുഭൂമിയിൽ നിസ്കരിച്ചു കൊണ്ടിരുന്ന ആളുകൾ കൈസിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് കൈസ് നീ ഞങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ വരാത്തത്? മാത്രമല്ല, ഞങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മുന്നിലൂടെയാണോ നീ ഓടുന്നത്? നീ എന്ത് പണിയാണ് കാണിച്ചത് എന്നൊക്കെ ചോദിച്ച് കൈസിനെ ചോദ്യം ചെയ്യുമ്പോൾ കൈസ് പറയുന്നൊരു മറുപടിയുണ്ട്, വല്ലാഹി ഞാൻ നിങ്ങളിവിടെ നിസ്കരിക്കുന്നത് കണ്ടിട്ട് പോലുമില്ല. എൻ്റെ ഒരേ ഒരു ലക്ഷ്യം ലൈലയായിരുന്നു. ലൈല മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ നിങ്ങളിവിടെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ ലൈലയെ തേടുന്നത് പോലെയാണ് നിങ്ങൾ അള്ളാഹുവിനെ തേടിയുള്ള ഈ നിസ്കാരത്തിലെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്നെ കാണുമായിരുന്നില്ല എന്ന് കൈസ് ആ സമയം അവരോട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് മനോഹരമായ സംഭവങ്ങൾ ആ കാലയളവിൽ നടക്കുന്നുണ്ട്. കൈസിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണമോ വെള്ളമോ ഒന്നും ആവശ്യമില്ലാത്ത വിധം മര്യാദക്ക് വസ്ത്രം പോലും ധരിക്കാതെ, കുളിക്കാതെ, നനയില്ലാതെ അങ്ങനെയാണ് പിന്നീട് കൈസിൻ്റെ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. കാരണം അത്രയും പ്രിയപ്പെട്ട തൻ്റെ ജീവൻ്റെ പാതിയായ തൻ്റെ ജീവൻ തന്നെയായ ലൈലയെ ഒരു നോക്കുപോലും കാണാനുള്ള യോഗം കൈസിന് പിന്നീട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നിരന്തരം അവളുടെ വീട്ടിലേക്കും അവളുടെ വീടിൻ്റെ അവളുടെ ഓർമ്മകളുള്ള ഇടങ്ങളിലൂടെ മുഴുവനും കൈസ് അലഞ്ഞു തിരിയുകയാണ്. കാര്യമായിട്ട് വീട്ടിലേക്ക് വരില്ല, ഭക്ഷണം കഴിക്കില്ല, വസ്ത്രം മാറുകയോ കുളിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് പിന്നീട് കൈസിൻ്റെ ദിനചര്യകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രണയത്തിൻ്റെ കവിതകൾ പാടിക്കൊണ്ടിരുന്ന കൈസിൻ്റെ കവിതകൾ പിന്നീട് വിരഹവേദനയുടെയും തൻ്റെ ലോകം തന്നെ നഷ്ടമായ ലൈലയെ കാണാത്തതിനുള്ള ലൈലയുടെ ഓർമ്മകൾ പേറുന്ന കവിതകളാണ് പിന്നീട് കൈസുടനീളം പാടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ആളുകളൊക്കെ ഈ മനോഹരമായ പ്രണയത്തിൻ്റെ കവിതകൾ കേട്ടിരുന്ന ആളുകൾ ഈ വിരഹവേദന നിറഞ്ഞ കവിതകൾ കേട്ടിട്ട് കൈസിനോട് വളരെ സഹതാപം തോന്നുന്നുണ്ട്. കൈസ് മരുഭൂമിയിലൊക്കെ തനിച്ചു പോയിരിക്കുന്നു, ഒറ്റയ്ക്ക് കരയുന്നു, ഒറ്റയ്ക്ക് ചിരിക്കുന്നു, എന്താണ് നടക്കുന്നതെന്ന് ആളുകൾക്ക് പോലും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ കൈസ് തൻ്റേതായ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവൻ്റെ ലോകത്ത് ലൈല എന്ന ഒരേ ഒരു പ്രേമഭാജനം മാത്രം, അവൻ്റെ ലോകം ലൈല മാത്രമായി മാറുന്ന ഒരു കാഴ്ചയിലേക്കാണ് പിന്നീട് കൈസിൻ്റെ ജീവിതം വഴി മാറുന്നത്. കൈസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിരഹ കവിതകൾ ഇങ്ങനെ പാടി നടക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ കൈസിനെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയാണ് കൈസിന് എന്ത് പറ്റിയെന്ന് നാട്ടുകാരും വീട്ടുകാരൊക്കെ അന്വേഷിക്കുന്നത്. പലരും പറയുന്നുണ്ട് കൈസിന് ജിന്നിൻ്റെ ബാധ പറ്റിയതാണ്, വല്ല മന്ത്രവാദികളെയോ വൈദ്യന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് കൈസിനെ ചികിത്സിപ്പിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ വളരെ വിദൂരമായ നാട്ടിൽ നിന്ന് പോലും അറേബ്യയിലെ വളരെ പ്രശസ്തമായ വൈദ്യരും മന്ത്രവാദികളൊക്കെ കൈസിനെ തേടി വരുന്നുണ്ട്. അവരുടെ മരുന്നുകൾക്കോ ചികിത്സകൾക്കോ ഒന്നും കൈസിനെ ശമിപ്പിക്കാനായില്ല. ചുട്ടുപഴുത്ത ഇരുമ്പൊക്കെ പഴുപ്പിച്ചുകൊണ്ട് കൈസിൻ്റെ ശരീരത്തിൽ വെക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് പ്രാകൃതമായ ചികിത്സാ രീതികളായിരുന്നു അതൊക്കെ. പക്ഷേ അതിനൊന്നും കൈസിൻ്റെ വേദനയെ, കൈസിൻ്റെ രോഗത്തെ മാറ്റാനായില്ല. കൈസ് ആ മന്ത്രവാദികളോടും വൈദ്യരോടൊക്കെ കവിതയായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഒരേ ഒരു മരുന്ന് എൻ്റെ ലൈലയാണ്, എൻ്റെ ലൈലയെ ഒരു നോക്ക് കാണാൻ എന്നെ അനുവദിക്കൂ എന്ന ആ കവിതകളാണ് നിരന്തരം കൈസ് ആ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം കൂടെ ആയപ്പോൾ ആളുകൾ സ്ഥിരീകരിക്കുന്നുണ്ട് കൈസിന് ഭ്രാന്ത് വന്നിരിക്കുകയാണ്. അങ്ങനെയാണ് ആളുകൾ അദ്ദേഹത്തെ മജ്നൂൻ എന്ന് വിളിച്ചു തുടങ്ങുന്നത്. കൈസിനെ സംബന്ധിച്ചിടത്തോളം ആ പേരവന് വളരെ ഇഷ്ടപ്പെടുകയാണ്. ലൈലയുടെ മജ്നൂൻ എന്ന് പലരും അവനെ വിളിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ട പേരായിട്ട് മാറുകയാണ്. പിന്നീട് എല്ലാവരും കൈസ് എന്ന പേര് തന്നെ മറക്കുകയും മജ്നൂൻ എന്ന തരത്തിലേക്കാണ് പിന്നീട് കൈസിനെ വിളിക്കുന്നത്. ലൈലയുടെ ഭ്രാന്തിൽ, അവളുടെ പ്രണയത്തിൻ്റെ വിരഹത്തിൻ്റെ വേദനകളിലേക്ക് മുഴുകി കൈസിന് ഭ്രാന്ത് വന്നതായിരുന്നു എന്നാണ് ആളുകൾ പിന്നീട് പറഞ്ഞു നടക്കുന്നത്. കൈസിനെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും ആ കവിതകളാണ് അവൻ പാടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ രോഗത്തിന് ഒരേ ഒരു മരുന്നേ ഉള്ളൂ, അത് ലൈലയാണ്.
എനിക്കെൻ്റെ ലൈലയെ ഒരു നോക്കെങ്കിലും കാണാനുള്ള അവസരം തുറന്നു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കവിതകളും വിരഹവേദനകളും ലൈലയുടെ ഓർമ്മകളുമായിട്ട് കൈസിൻ്റെ ജീവിതം ആരെയും ബാധിക്കാത്ത തരത്തിൽ, ഈ ആളുകൾ തന്നെ പരിഹസിക്കുമ്പോഴും ഭ്രാന്തനെന്ന് വിളിച്ച് കളിയാക്കുമ്പോഴൊക്കെ അവരെ ഒന്നും ശ്രദ്ധിക്കാതെ അവൻ അവൻ്റേതായ ലോകത്തിലൂടെ നടന്നു നീങ്ങുകയാണ്. മജ്നുവിൻ്റെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. ഉമ്മ ഈ മകൻ്റെ ഇത്രയും വേദനയോർത്ത് കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെടാവുന്ന തരത്തിലേക്ക് അത്രയും വേദനിക്കുന്ന ഓർമ്മകളിലേക്കാണ് ഈ കൈസിൻ്റെ മജ്നുവിൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ വഴി നടക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനിക്കുന്ന ദിവസങ്ങളായിരുന്നു അവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. ലൈലയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ലൈല ഈ വാർത്തകൾ മുഴുവനും അറിയുന്നുണ്ട്. അവളെ കാണാൻ ഇടയ്ക്കിടെ വരുന്ന അവളുടെ കൂട്ടുകാരികളാണ് മജ്നുവിൻ്റെ ഈ ഓരോ സന്ദർഭങ്ങളും, അവൻ പാടിക്കൊണ്ടിരിക്കുന്ന ലൈലയെ പറ്റിയുള്ള മനോഹരമായ വിരഹ കാവ്യങ്ങളൊക്കെ ഈ ലൈലക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ലൈലയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറ്റബോധം കൂടിയുണ്ട് അവൾക്ക്. താൻ കാരണമാണല്ലോ മജ്നുവിന് ഈ അവസ്ഥ വന്നത് എന്നോർത്ത് അവൾ പലപ്പോഴും ദുഃഖിക്കുന്നുണ്ട്. മാത്രമല്ല ആ വേളകളിൽ അവൾ സന്തോഷിക്കുക കൂടി ചെയ്യുന്നുണ്ട്. എന്നെ ഇത്രമേൽ പ്രാണനായി കാണുന്ന, എന്നെ പ്രണയിക്കുന്ന മജ്നുവിൻ്റെ ആ പ്രണയത്തിൽ, ആ കവിതകളിലൊക്കെ അവൾ ആസ്വദിക്കുകയും ആ പ്രണയത്തിൻ്റെ ലോകത്തിൽ അവൾ വളരെ സന്തുഷ്ടയായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെയും ആ കൈസിനെ, തൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാൻ ലൈല പലപ്പോഴായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ സഹോദരങ്ങളുടെയും ഉപ്പയുടെയൊക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ആ വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കൈസിനെയാണെങ്കിൽ അവർ വീടിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നു പോലുമില്ല. തനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങാനും പറ്റുന്നില്ല. തൻ്റെ കൂട്ടുകാരികൾ തൻ്റെ ചെവിയിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന കൈസിൻ്റെ മനോഹരമായ വിരഹ കാവ്യങ്ങൾ മാത്രമാണ് ലൈലയ്ക്ക് ജീവിക്കാനുള്ള പ്രചോദനം നൽകുന്നത്. ചെറുപ്പകാലം മുതലേ ലൈലയ്ക്ക് മജ്നു പാടിക്കൊടുത്തിരുന്ന ആ മനോഹരമായ കാവ്യങ്ങളിലാണ്, അതായിരുന്നു ലൈലയുടെ ജീവിക്കാനുള്ള ഇന്ധനമായിട്ട് മാറുന്നത്. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ നടന്നു നീങ്ങുന്നു. ഈ വിരഹവേദനയിൽ രാത്രി ഉറക്കം നഷ്ടപ്പെട്ട ലൈല രാത്രി മുഴുവനും കരയുകയും പലപ്പോഴും ചിരിക്കുകയും കവിതകൾ ഇങ്ങനെ അവൾ വീണ്ടും ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കൈസിനെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ ഭ്രാന്തിൽ, അവൻ്റെ ഭ്രാന്തും പ്രണയവും ജീവനൊക്കെയായ ലൈലയുടെ ഓർമ്മകളിലായിരുന്നു കൈസിൻ്റെ ജീവിതവും. പിന്നീടുള്ള മജ്നുവിൻ്റെ കവിതകൾ മുഴുവനും വേദനയുടെയും പ്രതിഷേധത്തിൻ്റെയൊക്കെ കവിതകളായിരുന്നു. എന്നെ ഭ്രാന്തനെന്ന് വിളിക്കുന്നവരെ, നിങ്ങൾക്ക് പ്രണയമെന്താണെന്നറിയില്ല. എൻ്റെ ഒരേ ഒരു വെളിച്ചം അത് ലൈലയാണ്. അത് കാണാനാവാത്ത നിങ്ങൾക്കാണ് ഭ്രാന്ത്. മജ്നുവിൻ്റെ കവിതകൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് കൈസ് എന്ന പേര് തന്നെ എല്ലാവരും മറക്കുകയും കൈസിനെ എല്ലാവരും മജ്നൂൻ എന്ന തരത്തിലേക്ക് വിളിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. കാരണം ആളുകൾക്കിടയിൽ അവൻ ഭ്രാന്തനായിരുന്നു. പക്ഷേ അവൻ്റെ പ്രണയത്തിൻ്റെ ലോകത്ത്, ആ ലൈലയുടെ ലോകത്ത് അവർ രണ്ടുപേരും അത്രമേൽ പ്രണയിക്കുന്ന, പ്രണയത്തിൻ്റെ അനന്തമായ വിഹായസിലേക്ക് പറന്ന് നടക്കുന്ന രണ്ടു ഇണപ്പക്ഷികളായിട്ട് മാറുകയായിരുന്നു. കൈസിൻ്റെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു വഴി അവിടെ കാണുന്നില്ല. എന്താണ് നമ്മുടെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വഴി? കൈസ് വീട്ടിലേക്ക് വരാതെ മരുഭൂമികളിലൂടെ അലഞ്ഞു നടക്കുകയാണ്. ഒട്ടകങ്ങൾക്കിടയിലൂടെയും മാടുകൾക്കിടയിലൂടെയും ഈന്തപ്പന മരത്തിൻ്റെ തണലുകളൊക്കെയാണ് അവൻ രാത്രി ഉറങ്ങുക പോലും ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ എല്ലും തോലുമായി മാറിയിട്ടുണ്ട് കൈസ്. ഇനി എന്താണ് തൻ്റെ മകനെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വഴി എന്നവർ ആ ഗോത്രത്തിൽ ആലോചനകൾ നടക്കുന്നുണ്ട്. തൻ്റെ പിതാവ് പറയുന്നുണ്ട്, അവൻ്റെ രോഗത്തിനുള്ള ഒരേ ഒരു മരുന്ന് ലൈലയാണ്. നമുക്ക് അവരുടെ ഗോത്രത്തിൽ ചെന്നിട്ട് ഇവരുടെ വിവാഹം ആലോചിക്കാം എന്ന തരത്തിലേക്ക് അവരുടെ ചർച്ച നീളുകയാണ്. ആ സമയത്ത് പലരും പറയുന്നുണ്ട്, ഒരിക്കലും സ്വീകരിക്കുകയില്ല അവർ. നമ്മൾ അവിടെ പോയാൽ അപമാനിക്കപ്പെടുകയാണ്, നമ്മുടെ ഗോത്രമാണ് അപമാനിക്കപ്പെടുന്നത്. അവരുടെ ഗോത്രത്തിൽ ഒരു സ്ത്രീയെ, അവരുടെ പേര് നിരന്തരം ഇവിടെ പാടി നടന്നുകൊണ്ട് നമ്മൾ ആ സ്ത്രീയെ വളരെ അപമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവർ വിവാഹത്തിന് സമ്മതിക്കുകയില്ല. ഇത് കേട്ട മജ്നുവിൻ്റെ പിതാവ് പറയുന്നുണ്ട്, ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മുന്നിൽ മറ്റു വഴികളില്ല. അങ്ങനെയാണ് മജ്നുവിൻ്റെ പിതാവ് പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന അതിമനോഹരമായ പരവതാനികൾ, വില കൂടിയ ഒട്ടകങ്ങളും വജ്രങ്ങളൊക്കെ അടങ്ങിയ വലിയൊരു സമ്മാനവുമായിട്ട് ലൈലയുടെ പിതാവിനെ മഹദിയെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്. വളരെ സ്നേഹത്തോടെ മഹദിയുടെ പിതാവ് ഇവരെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്ത്
ഒരു പുഞ്ചിരി പോലും ഇല്ലായിരുന്നു. ഇവർ കൊണ്ടുവന്ന ഈ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ ലൈലയുടെ വീട്ടുകാർക്ക് ഇവർ സമ്മാനിക്കുന്നുണ്ട്. ആ സമ്മാനമൊക്കെ സ്നേഹത്തോടെ സ്വീകരിച്ചെങ്കിലും അപ്പോഴും അവരുടെ മുഖത്ത് വലിയ സന്തോഷമില്ലായിരുന്നു. കൈസിൻ്റെ പിതാവ് പറഞ്ഞു തുടങ്ങുന്നുണ്ട്, എൻ്റെ മകൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ, അവൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണ്. ഭക്ഷണമോ വെള്ളമോ കുടിക്കാതെ അവൻ നിങ്ങളുടെ മകളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ തെരുവുകളിലൂടെ മുഴുവനും അലഞ്ഞു നടക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ യാചിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങളുടെ മകളെ എൻ്റെ മകൻക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. അവൾ ഇവിടെ എങ്ങനെയാണോ കഴിയുന്നത് അതിലും സന്തോഷമായിട്ട് അതിലും ആർഭാടത്തോടുകൂടെ അവളെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. അതുകൊണ്ട് ഈ വിവാഹത്തിന് നിങ്ങൾ എതിര് പറയരുത്, അതിനുവേണ്ടി സമ്മതിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൈസിൻ്റെ പിതാവ് ലൈലയുടെ മുന്നിൽ തൻ്റെ ആവശ്യം പറയുകയാണ്. എല്ലാം കേട്ടുകൊണ്ടിരുന്ന ലൈലയുടെ പിതാവ് അതേ ഭാവത്തോടു കൂടി തന്നെ ഇവരോട് മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ അതിഥികളാണിവിടെ, എൻ്റെ ഗോത്രത്തിലേക്ക് വന്ന, എൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികൾ. അതുകൊണ്ടാണ് ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞത് വളരെ സ്നേഹത്തോടു കൂടെ ഞാൻ കേട്ടിരുന്നത്. പക്ഷേ നിങ്ങൾ എന്താണ് പറയുന്നത്? എൻ്റെ പെൺകുട്ടിയുടെ പേര് അങ്ങാടിപ്പാട്ടായി പാടി നടന്ന ഒരു ചെക്കൻ, അവനെ ഇപ്പോൾ ഭ്രാന്താണ്. അവൻക്കാണോ എൻ്റെ കുട്ടിയെ കെട്ടിച്ചു കൊടുക്കേണ്ടത്? ഒരിക്കലും സാധ്യമല്ല. അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നതെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഒരിക്കലും ആ കാര്യം മാത്രം ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് ലൈലയുടെ പിതാവ് തീർത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് മജ്നുവിൻ്റെ പിതാവ് പറയുന്നുണ്ട്, അവൻ ഒരു യുവാവാണ്. ഒരു വിവാഹം കഴിഞ്ഞാൽ കുറച്ച് പ്രായമായാൽ അവൻ്റെ ഈ അസുഖങ്ങളൊക്കെ മാറിക്കൊള്ളും. അതിന് അവൻ്റെ ഒരേ ഒരു പരിഹാരവും അവൻ്റെ ഒരേ ഒരു മരുന്നും ലൈലയാണ്. ഈ വിവാഹത്തിന് നിങ്ങൾ തടസ്സം നിന്നാൽ എൻ്റെ മകൻ്റെ ജീവിതമാണ് അപകടത്തിലാവുന്നത് എന്ന് അപേക്ഷിക്കുകയാണ്. ആ സമയത്ത് ലൈലയുടെ പിതാവ് മറുപടി പറയുന്നു, എനിക്ക് എൻ്റെ ഗോത്രവും ആ ഗോത്രത്തിൻ്റെ അഭിമാനവും ഒക്കെയാണ് വലുത്. ഒരിക്കലും ഭ്രാന്തനായ നിങ്ങളുടെ മകന് എൻ്റെ മകളെ ഞാൻ ഒരിക്കലും വിവാഹം ചെയ്ത് കൊടുക്കുന്നില്ല. അതിനുവേണ്ടി നിങ്ങൾ ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പം തന്നെ നിങ്ങളുടെ ഗോത്രത്തിലേക്ക് തിരിച്ചു പോവുക എന്ന അവസാനത്തെ വാക്കും പറഞ്ഞു വെക്കുന്നു. വളരെ വേദനയോടുകൂടെ തല താഴ്ത്തി വളരെ നിശബ്ദനായിക്കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ആ പിതാവ് ആ ഗോത്രത്തിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. അവർ കൊണ്ടുപോയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടാണ് ആ പിതാവ് തങ്ങളുടെ ഗോത്രത്തിലേക്ക് തിരിച്ചു വരുന്നത്. വിവാഹം അന്വേഷിക്കാൻ പോയ തൻ്റെ പിതാവിനെയും സുഹൃത്തുക്കളെയും കാത്ത് മജ്നു തൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ കാത്തു നിൽക്കുകയാണ്. വളരെ വേദനയോടെ കൂടെ വന്ന തൻ്റെ പിതാവ് മകനെ എന്ന ഇടറിയ ശബ്ദത്തോടെയാണ് മജ്നുവിനെ അഭിസംബോധന ചെയ്യുന്നത്. ആ സമയത്ത് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ സമ്മതിച്ചില്ലല്ലേ എന്ന ഒരേ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് കൈസ് വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ലൈല, നമ്മെ ഈ ലോകം ഒന്നിപ്പിക്കില്ല, നമ്മുടെ പ്രണയത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല ഈ ലോകം എന്ന മജ്നു മറ്റൊരു കവിത കൂടി തൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് വീണ്ടും മരുഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നഷ്ടപ്പെട്ട ഒരുവനെ പോലെയായിരുന്നു അദ്ദേഹം. ലൈലയെ സംബന്ധിച്ചാണെങ്കിൽ ഈ വിവാഹാലോചനവും കൈസിൻ്റെ പിതാവ് തൻ്റെ വീട്ടിലേക്ക് വന്നതും വിവാഹാലോചിതമായ കാര്യങ്ങളൊക്കെ തൻ്റെ വീട്ടു തടങ്കലിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ കാഴ്ചയും അവരുടെ സംസാരമൊക്കെ ലൈല കേൾക്കുന്നുണ്ട്. ഒരിക്കലും തൻ്റെ പിതാവ് ഈ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്ന് തീർത്ത് പറഞ്ഞതോടുകൂടെ ലൈല അവിടെ ബോധം കെട്ട് വീഴുകയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം എല്ലാം നഷ്ടമായി. പക്ഷേ അവളുടെ പിതാവിനെ ധിക്കരിക്കാനോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനോ പറ്റാത്ത വിധം അവളെ ബന്ധിക്കപ്പെട്ടിരിക്കുകയും ആ ഗോത്രമഹിമയും അതിൻ്റെ പാരമ്പര്യമൊക്കെ അതിൻ്റെ ഉച്ചിയിൽ കത്തി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. കൈസിനെ സംബന്ധിച്ചിടത്തോളം ആ നിമിഷം അവൻ്റെ വീട്ടിൽ നിന്നിറങ്ങി മരുഭൂമിയിലേക്കുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നു. സത്യത്തിൽ അതൊരു ഒളിച്ചോട്ടമല്ല, ഈ ലോകവും പ്രണയത്തിന് വേണ്ടി എതിര് നിൽക്കുന്ന ഈ ലോകത്തിൻ്റെ നിയമങ്ങൾക്കെതിരെയൊക്കെയുള്ള ഒരു പോരാട്ടം പോലും ആയിരുന്നത്. കൈസ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ പിതാവ് പിറകിൽ നിന്ന് വിളിച്ചു വയ്ക്കുന്നുണ്ട്, മോനെ നീ എങ്ങോട്ടാണ്? ആ സമയത്ത് മജ്നു തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഈ ലോകത്തിൻ്റെ നിയമവ്യവസ്ഥിതിയും പ്രണയത്തിനെതിരെ നിൽക്കുന്ന തന്നെ ഭ്രാന്തനെന്ന് വിളിക്കുന്ന ഇവർക്കെതിരെ ഈ ലോകത്തിൽ നിന്നൊരു പടിയിറക്കമായിരുന്നു കൈസ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മജ്നുവിൻ്റെ ഏകാന്തമായ ജീവിതമാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ ഊശ്വരമായ ഭാവങ്ങളിൽ പോലും മജ്നു തളരുന്നില്ല. രാത്രി ഉറക്കം നഷ്ടപ്പെട്ട മരുഭൂമിയുടെ തീക്ഷ്ണമായ തണുപ്പിൽ ഒരു വസ്ത്രം പോലുമില്ലാതെ, പുതപ്പ് പോലുമില്ലാതെ, ആ തണുപ്പിനെ പോലും വകവെക്കാതെ മജ്നു തൻ്റെ ജീവിതം ആ മരുഭൂമിയിൽ തുടരുകയാണ്. ആരെയും ബാധിക്കാത്ത തരത്തിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, പട്ടിണി, മുഴുപട്ടിണിയിൽ പോലും
ആ ചുണ്ടുകളിൽ നിന്ന് ലൈലയെ പറ്റിയുള്ള അതിമനോഹരമായ പ്രണയവാക്യങ്ങൾ മാത്രം നിരന്തരം പൊഴിഞ്ഞുകൊണ്ടിരുന്നു. മരുഭൂമിയിലെ ഒറ്റപ്പെട്ട ഈന്തപ്പന മരങ്ങളിൽ നിന്നോ കാടുകളിൽ നിന്നോ ഒക്കെ ലഭിക്കുന്ന പഴങ്ങൾ മാത്രമായിരുന്നു അക്കാലത്ത് മജ്നുവിൻ്റെ ഭക്ഷണം. പല ദിവസങ്ങളിലും മജ്നുവിന് ഭക്ഷണം പോലും ഇല്ലായിരുന്നു. അത് വഴി വരുന്ന ആളുകൾ ചിലപ്പോഴൊക്കെ സഹതാപം തോന്നിയിട്ട് മജ്നുവിന് ഭക്ഷണം കൊടുക്കുമായിരുന്നു. പലപ്പോഴും സ്വീകരിക്കില്ല, ചിലപ്പോൾ ഒക്കെ കുറച്ച് തിന്നാലായി. അങ്ങനെയായിരുന്നു മജ്നുവിൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്തൊക്കെ പാറപ്പുറത്തും മണലിലും ഒക്കെ ലൈലയെ പറ്റിയുള്ള അതിമനോഹരമായ കവിതകൾ മജ്നു എഴുതി വെക്കുന്നുണ്ട്. അവിടേക്ക് അടിച്ചു വീശുന്ന കാറ്റിനോട് മജ്നു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ലൈലയുടെ വീടിനടുത്തുകൂടെയാണോ കാറ്റേ വരുന്നത്? നിങ്ങൾ എൻ്റെ ലൈലയെ കണ്ടോ? അവളുടെ മനോഹരമായ ചിരിയും അവളുടെ മുടി ഇഴകളിലൂടെയുമാണോ നിങ്ങൾ തലോടി വരുന്നത് എന്ന തരത്തിൽ മജ്നുവിൻ്റെ കവിതകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ഒരു മാനിനെ കണ്ടാൽ കൈസ് മറ്റൊരു കവിത ചൊല്ലുകയാണ്. ഓ മാൻപേടെ, നിന്റെ മനോഹരമായ കണ്ണുകൾ കാണുമ്പോൾ എനിക്കെൻ്റെ ലൈലയെയാണ് ഓർമ്മ വരുന്നത്. ഇത്രയും മനോഹരമായ കണ്ണുകൾ എൻ്റെ ലൈലക്ക് മാത്രമാണ് ഈ ലോകത്തുള്ളത് തുടങ്ങിയ കവിതകൾ നിരന്തരം മജ്നു ഇങ്ങനെ ആലപിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പതിയെ പതിയെ തത്വചിന്തപരമായ സൂഫി കവിതകളിലേക്കും സമൂഹത്തെ നിരന്തരം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ ആ പ്രണയ കവിതകൾ ഇങ്ങനെ വഴിമാറുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം ഒരു കച്ചവട സംഘം അവരിങ്ങനെ മരുഭൂമിയിലൂടെ അവരുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു ഗുഹാമുഖത്ത് ഒരു വിചിത്രമായ ജീവി ഇരിക്കുന്നത് ഇവർ കാണുന്നത്. ഉടനെ പേടിയോടുകൂടെയാണ് ആ കച്ചവട സംഘം ഈ മൃഗത്തിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അതിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടുന്നത് ഇതൊരു മൃഗമല്ല, ഇതൊരു എല്ലുതോലായി മാറിയ ഒരു മനുഷ്യജീവിയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത്. ഉടനെ അത് ആക്രമിക്കുമോ എന്നൊക്കെ ഭയത്തോടുകൂടെ ഇവർ ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഈന്തപ്പഴവും വെള്ളവും ഭക്ഷണവും ഒക്കെ കൈസിന് ഇവർ നൽകുന്നുണ്ട്. ആ സമയത്ത് ആ മനുഷ്യൻ ഇതൊന്നും സ്വീകരിക്കുന്നില്ല. ആ മരുഭൂമിയിൽ നിന്ന് എല്ലും തോലുമായ ആ മജ്നു എഴുന്നേറ്റ് പതിയെ കണ്ണു തുറന്നിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ലൈലയെ കണ്ടോ? ഉടനെ ഈ യാത്രാ സംഘത്തിന് മനസ്സിലാവുകയാണ് ഇത് മജ്നുവാണ്. കാരണം ഈ ലൈല എന്നും മജ്നു എന്നും പേരുള്ള ആ പ്രണയ ദമ്പതികളെ പറ്റി അവരൊക്കെ കേട്ടിട്ടുണ്ട്. ഉടനെ മജ്നു വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ലൈലയുടെ വീടിൻ്റെ അടുത്തുകൂടെയാണ് വരുന്നത്, അവളെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്ത അറിയുമോ? അവളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവരൊന്നും മറുപടി പറയാതെ ആ ഭക്ഷണ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ട് തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് മജ്നു പാടിയ കവിതകൾ, അവരുടെ പാറക്കല്ലിൽ എഴുതി വെച്ച കവിതകളൊക്കെ ഇവർ തിരിച്ച് ഇവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ നാട്ടിൽ വന്നിട്ട് പറയുന്നു, മജ്നു ഇപ്പോഴും ജീവനോടെയുണ്ട്, ഞങ്ങൾ അവനെ കണ്ടു, എല്ലും തോലുമായി മാറിയിരിക്കുന്നുണ്ട്. ശേഷം അവൻ പാടിക്കൊടുത്ത അവിടെ പാറക്കല്ലുകളിൽ എഴുതി വെച്ച കവിതകൾ വിരഹത്തിൻ്റെയും വേദനയുടെയും സമൂഹത്തോടുള്ള പ്രതിഷേധത്തിൻ്റെയും സൂഫി ചിന്താപരമായ കവിതകളൊക്കെ ഈ യാത്രാ സംഘങ്ങൾ വഴിയാണ് പിന്നീട് മജ്നുവിൻ്റെ കവിതകൾ ഈ നാട്ടിലേക്ക് എത്തുന്നത്. അത് വീട്ടുതടങ്കലിൽ ഇരിക്കുന്ന ലൈലയുടെ കാതുകളിലേക്കും വന്ന് പതിക്കുന്നുണ്ട്. ലൈലയെ സംബന്ധിച്ചിടത്തോളം അതിദാരുണമായ ആ സാഹചര്യങ്ങളിൽ വളരെ ആശ്വാസത്തിൻ്റെ നിഴലായിക്കൊണ്ട് മജ്നു അന്നും കൊടുത്തയക്കുന്ന കവിതകൾ അവളെ സാന്ത്വനിപ്പിക്കുന്നുണ്ട്. മജ്നുവിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണമോ വെള്ളമോ ഒന്നുമല്ലായിരുന്നു പ്രാധാന്യം, ലൈല മാത്രമായിരുന്നു. മരുഭൂമിയിലെ മരീചികകളിൽ പലപ്പോഴും ലൈല നിൽക്കുന്നതായിട്ട് മജ്നുവിന് തോന്നും. ഉടനെ എല്ലും തോലുമായ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത മജ്നു അവിടേക്ക് ഓടിച്ചെല്ലും. അവിടെ എത്തുമ്പോഴാണ് ഇത് മരീചികയാണ്, അവിടെ ലൈലയില്ല എന്ന് ബോധ്യപ്പെടുന്നത്. ശേഷം ചുണ്ടിലൊരു കവിതയും അതിൻ്റെ താളങ്ങളുമായിട്ട് മജ്നു തിരിച്ചു നടക്കും. ലൈലയെ സംബന്ധിച്ചിടത്തോളം അവളുടെ അഭിമാനവും ഗോത്രത്തിൻ്റെ പാരമ്പര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ അവരുടെ പിതാവ് നടത്തുന്ന പരിശ്രമങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അൽ മഹദി ഈ ലൈലയെ ആർക്കെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കണം എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു. നഷ്ടപ്പെട്ടു പോയ ഗോത്രത്തിൻ്റെയും പെൺകുട്ടിയുടെയും ഒക്കെ അഭിമാനം ഇത്തരത്തിൽ അത് ഒരു വളരെ സമ്പന്നനായ വളരെ വലിയ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക വഴി അത് വീണ്ടും പുനഃസ്ഥാപിക്കാനാവും എന്ന ഉറച്ച ധാരണയിലായിരുന്നു ലൈലയുടെ പിതാവ്. അങ്ങനെ ഈ ലൈലയുടെ വിവാഹാലോചനകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തിലേക്ക് നടക്കുകയാണ്. അങ്ങനെയാണ് കുറച്ച് വിദൂരമായ സ്ഥലത്തിൽ നിന്ന് ബനൂ തക്കീഫ് ഗോത്രത്തിൽ നിന്നുള്ള ഇബ്നു സലാം എന്നൊരു വ്യക്തി
ഈ വിവാഹാലോചന സ്വീകരിക്കുന്നത്. ഇബ്നു സലാമിനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൻ്റെ പുത്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത്. വളരെ സുന്ദരനായ, ധനാഢ്യനായ, സമ്പന്നനായ, എല്ലാ കാര്യങ്ങൾക്കും ആ നാട്ടിലും മധ്യസ്ഥത വഹിക്കുന്ന ഒരു യുവാവായിരുന്നു ഇബ്നു സലാം. വളരെ സുന്ദരിയായ ഈ ലൈലയുടെ വിവാഹാലോചനകൾ വന്നപ്പോൾ മറുത്തൊന്നും ചിന്തിക്കാതെ ഇബ്നു സലാം അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ആ വിവാഹത്തിനുള്ള സമ്മതം മൂളിയതോടുകൂടെ വളരെ ആഡംബരത്തോടുകൂടെയുള്ള ആ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. ആരും വീട്ടുതടങ്കലിൽ കഴിയുന്ന ലൈലയോട് അതിൻ്റെ സമ്മതം ചോദിക്കുന്നില്ല. തനിക്ക് ഭക്ഷണവുമായിട്ട് വരുന്ന ഉമ്മയോട് ലൈല പറയുന്നുണ്ട്, ഉമ്മ, എനിക്കൊരിക്കലും ഈ വിവാഹത്തിന് സാധിക്കുകയില്ല. ആ സമയത്ത് ഉമ്മക്ക് തിരിച്ചു പറയാൻ മറുപടികളില്ലായിരുന്നു. കാരണം അത് സമ്മതിക്കുക എന്ന് മാത്രമേ ലൈലയുടെ മുൻപിൽ ഒരു ഓപ്ഷനായിട്ടുള്ളൂ. വളരെ വേദനയോടുകൂടെ അവൾക്ക് ആ ജീവിതത്തിലേക്ക്, ഈ ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അവളുടെ ഉമ്മയോട് പറയുന്നുണ്ട്, ഉമ്മ, എനിക്ക് കൊട്ടാരങ്ങളല്ല വേണ്ടത്, എനിക്കെൻ്റെ മജ്നുവിൻ്റെ ഭ്രാന്താണ് എൻ്റെ ലോകം. അവന് ഭ്രാന്താണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അവൻ്റെ ഭ്രാന്താണ് എനിക്കാവശ്യം, അവൻ്റെ പ്രണയമാണ് എനിക്കാവശ്യം. എനിക്ക് വിലപിടിപ്പുള്ള കൊട്ടാരങ്ങളോ സമ്പത്തിൽ കഴിയുന്ന ആഡംബരത്തോടു കൂടി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് മജ്നുവിനെ എനിക്ക് വിവാഹം ചെയ്തു തരൂ എന്ന് ഉമ്മയോട് താണ് കേണ് ലൈല അപേക്ഷിക്കുന്നുണ്ട്. ആ സമയത്താണ് ലൈലയുടെ പിതാവ് അൽ മഹ്ദി അവിടേക്ക് കയറി വരുന്നത്. ലൈലയുടെ ഈ വാക്കുകൾ കേട്ട ഉടനെ ആ പിതാവ്, വളരെ കർക്കശക്കാരനായ പിതാവ്, ഗോത്രമഹിമയും പാരമ്പര്യമൊക്കെ കാത്തു സൂക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം തലയിൽ വെച്ചുകൊണ്ട് ലൈലയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ വിവാഹത്തിനെങ്ങാനും നീ സമ്മതിച്ചില്ല എങ്കിൽ ഇവിടുത്തെ മരുഭൂമിയിൽ നിന്നെ കൊന്ന് കുഴിച്ചിടാൻ പോലും ഞാൻ മടിക്കില്ല എന്ന ഉറച്ച സ്വരത്തിൽ ലൈലയുടെ പിതാവ് ലൈലയോട് പറയുന്നുണ്ട്. ഉടനെ ലൈല ഒന്നും പറയാതെ നിശബ്ദമായിരിക്കുന്നു. സത്യത്തിൽ അത് വിവാഹത്തിനുള്ള ഒരു സമ്മതമായിരുന്നില്ല, മറിച്ച് ഒരു കീഴടങ്ങലായിരുന്നു. വളരെ ആഡംബരത്തോടുകൂടെ ആ ഗോത്രത്തിൽ ആ വിവാഹത്തിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും തുടങ്ങുന്നു. വലിയ സദ്യയും അത്യാഡംബരത്തോടുള്ള വസ്ത്രങ്ങളും അലങ്കാരങ്ങളും വെളിച്ചങ്ങളും ഒക്കെ തുടങ്ങി ആ ഒരു കല്യാണത്തിന് വേണ്ട എല്ലാവിധ ആഡംബരങ്ങളിലേക്കും ആ ഗോത്രം കാലെടുത്ത് വെക്കുകയാണ്. ലൈലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടുകാരികൾ വരുന്നു, ലൈലയെ അതിമനോഹരമായിട്ട് ഒരുക്കുന്നുണ്ട്, അവളെ കുളിപ്പിക്കുന്നു, പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന അതിമനോഹരമായ വസ്ത്രങ്ങൾ അണിയിപ്പിക്കുന്നു, സുഗന്ധങ്ങൾ ഉപയോഗിക്കുന്നു, പൂക്കൾ അവരുടെ മുടിയിൽ ചൂടുന്നു. പക്ഷേ ഇതെല്ലാം അനുഭവിക്കാതെ അവളൊരു പാവയെപ്പോലെ ഒന്നും അറിയാതെ നിശ്ചലമായിട്ടിരിക്കുകയാണ്. അവളുടെ ഉമ്മയൊപ്പയൊക്കെ ഈ കാഴ്ച കാണുന്നുണ്ടെങ്കിൽ കൂടെ അവരുടെ ഗോത്രത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ അഭിമാനവും സംരക്ഷണവും മാത്രമായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഒരേ ഒരു വഴി. അങ്ങനെ ലൈലയുടെ വിവാഹം നടക്കുകയാണ്. ഇബ്നു സലാം അത്യാഡംബരത്തോടുകൂടെ സമ്പന്നനായ ഇബ്നു സലാം വരികയും ലൈലയെ വിവാഹം ചെയ്തിട്ട് അവരുടെ നാട്ടിലേക്ക്, വിദൂരതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. വിദൂരത്തിലേക്ക് ഇങ്ങനെ വിവാഹം ചെയ്തു പോവുക വഴി ഈ മജ്നുവിന് പിന്നീട് ഒരിക്കലും ലൈലയെ കാണാനാവില്ലല്ലോ എന്ന ആശ്വാസം കൂടെ ലൈലയുടെ പിതാവിനുണ്ടായിരുന്നു. അന്ന് അവിടെ നിന്ന് വന്ന ഒരു കച്ചവട സംഘമാണ് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന മജ്നുവിനോട് ലൈലയുടെ വിവാഹം കഴിഞ്ഞ വാർത്ത പറയുന്നത്. മജ്നുവിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു കറുത്ത ദിവസമായിരുന്നു. അന്ന് അവിടെ വരുന്ന മൃഗങ്ങൾ പോലും മജ്നുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവിടെ എത്തുന്ന കുറുക്കന്മാരോടും മാനുകളോടും ഒക്കെ മജ്നു സംസാരിച്ചു തുടങ്ങുകയാണ്. പല കഥകളിൽ നമുക്ക് വായിച്ചറിയാൻ സാധിക്കും, അവർക്ക് അവരുടെ ഭാഷ മനസ്സിലായതുപോലെ, അല്ലെങ്കിൽ വളരെ നിരുപദ്രവകാരിയായ ഒരു ജീവിയെ പോലെ അവരോട് സ്നേഹം കാണിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന, അവരോട് മനോഹരമായി പെരുമാറുന്നൊരു ജീവിയായിട്ടാണ് പാമ്പുകൾക്ക് പോലും, കുറുക്കന്മാർക്കും മാനുകൾക്കൊക്കെ മജ്നുവിനെ തോന്നിയത്. അതുകൊണ്ട് തന്നെ മജ്നുവിന് ചുറ്റും നിരന്തരം മൃഗങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് പല കഥകളിലും വായിച്ചെടുക്കാൻ സാധിക്കും. ലൈലയുടെ വിവാഹം കഴിഞ്ഞ വാർത്ത അറിഞ്ഞതിന് ശേഷം പിന്നീട് നിശ്ചലമായ, എല്ലാം നഷ്ടപ്പെട്ട, കണ്ണുകൾ മൂടപ്പെട്ട, മരുഭൂമിയിൽ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച മജ്നുവിനെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഒരു ദിവസം കുറച്ച് വേട്ടക്കാർ അവർ മരുഭൂമിയിലേക്ക് വരുന്നു. അവർ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിനൊടുവിലാണ് ഒരു ഗുഹാമുഖത്ത് ഒരു എല്ലും തോലുമായി മാറിയ ഒരു മനുഷ്യനും കൂടെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഇരിക്കുന്ന കാഴ്ച അവരെ ഞെട്ടിപ്പിക്കുന്നത്. ഉടനെ അവർ വളരെ സന്തോഷത്തോടു കൂടെ, ഒരുപാട് മൃഗങ്ങളെ ഒരുമിച്ച് വേട്ട ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ വളരെ സന്തോഷത്തോടു കൂടെയാണ് അവർ ആ ഗുഹാമുഖത്തേക്ക് ചെല്ലുന്നത്.
ആ സമയത്താണ് മജ്നു ഇവരോട് അപേക്ഷിക്കുന്നുണ്ട്, നിങ്ങളൊരിക്കലും ഈ മൃഗങ്ങളെ വേട്ടയാടരുത്, കാരണം ഇവരെൻ്റെ കൂട്ടുകാരാണ്, അത്രയും ഞാൻ സ്നേഹിക്കുന്നവരെന്നെ സ്നേഹിക്കുന്ന എൻ്റെ ബന്ധുക്കളെ പോലെയാണ് ഇപ്പോൾ ഈ മൃഗങ്ങൾ. അവർക്ക് എൻ്റെ പ്രണയം മനസ്സിലാകും, അവർക്ക് എൻ്റെ ലൈലയുടെ വിരഹവേദന മനസ്സിലാകും. നിങ്ങൾ മനുഷ്യരെ പോലെ പ്രണയം മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളല്ല അവർ എന്ന് ഇവരോട് പറയുന്നുണ്ട്. ഉടനെ ഈ വേട്ടക്കാർക്ക് മനസ്സിലാവുന്നു, നാം നിരന്തരം കഥകളിലൂടെയും കവിതകളിലൂടെയൊക്കെ കേട്ട മജ്നുവാണ്, ലൈലയുടെ മജ്നുവാണ് ഈ ഇരിക്കുന്നതെന്ന്. അവർ നാട്ടിലൂടെ ഈ വാർത്ത മുഴുവനും പരത്തി പറയുന്നുണ്ട്. മജ്നു മൃഗങ്ങളുടെ സംരക്ഷകനായി ഒരുപാട് മൃഗങ്ങൾക്കിടയിലാണ് ഗുഹാമുഖത്ത് മരുഭൂമിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഇപ്പം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മജ്നുവിൻ്റെ വാർത്ത ഈ വേട്ടയാടാൻ പോയ സംഘം നാട്ടിലേക്ക് വന്ന് പറയുന്നുണ്ട്. അങ്ങനെ മൃഗസംരക്ഷകനായിട്ട്, മരുഭൂമിയുടെ ആത്മാവായിട്ട് മജ്നു പിന്നീട് മാറുകയാണ്. ഓരോ മൃഗങ്ങളും, കുറുക്കന്മാരും മാനുകളും മയിലുകളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ മജ്നുവിൻ്റെ അടുത്തേക്ക് വരുന്നു. അവരുടെ ഭക്ഷണം മജ്നുവിന് നൽകുന്നു. മജ്നു അവർക്ക് വേണ്ടിയിട്ട് വെള്ളം കണ്ടെത്തി കൊടുക്കുന്നു. അവർ കണ്ടെത്തിയ വെള്ളത്തിൽ പോയിട്ട് മജ്നു കുടിക്കുന്നു, അവരോടൊപ്പം ഉറങ്ങുന്നു. തുടങ്ങി മൃഗങ്ങളോട് കൂടെയാണ് പിന്നീട് മജ്നുവിൻ്റെ ജീവിതമായി മാറുന്നത്. അവരോട് പലപ്പോഴും മജ്നു സംസാരിക്കുന്നു, കവിതകൾ പാടിക്കൊടുക്കുന്നു, അവൻ്റെ വേദനകളിൽ ഈ മൃഗങ്ങൾ പങ്കുചേരുന്നു. തുടങ്ങി അവരോടൊത്തുള്ള ജീവിതത്തിലേക്ക് മജ്നു ഇങ്ങനെ കാലെടുത്ത് വെക്കുകയാണ്. വിദൂരതയിലേക്ക് വിവാഹം ചെയ്തു പോയ ലൈലയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ അതത്രയും വേദനാപൂർവമായിരുന്നു. ഇബ്നു സലാമിൻ്റെ അത്യാഡംബരങ്ങൾ നിറഞ്ഞ കൊട്ടാര തുല്യമായ ജീവിതത്തിൽ പോലും ലൈല സംതൃപ്തയായിരുന്നില്ല. കാരണം അവളുടെ ഹൃദയം എപ്പോഴും തൻ്റെ പ്രേമഭാജനമായ മജ്നുവിന് വേണ്ടിയിട്ട് തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി തൻ്റെ മണിയറയിലേക്ക് വരുന്ന ഇബ്നു സലാമിനോട് ലൈല കണ്ണീരിൽ കുതിർന്ന വാക്കുകളോടുകൂടെ സംസാരിക്കുന്നുണ്ട്. ഇന്നു മുതൽ നിങ്ങൾ എൻ്റെ ഭർത്താവാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരം അത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ എൻ്റെ മനസ്സും എൻ്റെ ആത്മാവുമൊക്കെ നേരത്തെ ഞാൻ മജ്നുവിന് നൽകിയതാണ്. അതുകൊണ്ട് എൻ്റെ ഇഷ്ടം ഒരിക്കലും നിങ്ങൾ നിർബന്ധിപ്പിച്ച് വാങ്ങരുത്. നിങ്ങൾക്ക് എൻ്റെ ശരീരം ഏത് സമയത്തും ഞാൻ തുറന്നു വെച്ച് തരുന്നു എന്ന വാക്ക് പറഞ്ഞപ്പോൾ ഇബ്നു സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ മാന്യനായൊരു വ്യക്തിയായിരുന്നു. ഈ മജ്നുവിൻ്റെയും ലൈലയുടെയൊക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. എങ്ങനെ ഒരു പുതിയ വിവാഹം പുതിയ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടെ ലൈലയുടെ അവസ്ഥ മാറും എന്നൊരു ചിന്താഗതിയിലാണ് ഈ ഇബ്നു സലാം ഈ വിവാഹത്തിന് തന്നെ സമ്മതിച്ചത്. ആദ്യ ദിവസം ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ ഇബ്നു സലാമിന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ കൂടെ ആ ദേഷ്യമെല്ലാം മടക്കി പിടിച്ചിട്ട് ഈ ലൈലയെ അദ്ദേഹം സമാധാനിപ്പിക്കുന്നുണ്ട്. ശരി, നമുക്ക് ഇങ്ങനെ തന്നെ തുടർന്നു പോവാമെന്ന് പറയുന്നു. അങ്ങനെ ഇബ്നു സലാം മറ്റൊരു മുറിയിൽ പോയിട്ട് കിടക്കുകയാണ്. ലൈലയെ ഒരു നോക്ക് സ്പർശിക്കുക പോലും ചെയ്യാതെയാണ്. ഇബ്നു സലാം വളരെ മാന്യനായ വ്യക്തിയായിരുന്നു, അവരുടെ പ്രണയത്തെ മാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പതിയെ പതിയെ ലൈലയെ മാറ്റിക്കൊണ്ടുവരാം എന്നൊരു ചിന്തയിലേക്കാണ് ഇബ്നു സലാമും കടക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. പുറം ലോകത്തിന് ലൈല വളരെ മാന്യയായ, വീട്ടിലെ വളരെ സന്തോഷവതിയായ ഭാര്യയാണ്. കാരണം അവളുടെ ഭർത്താവിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം നൽകുന്നു, അവരുടെ വസ്ത്രങ്ങൾ അലക്കുന്നു, എല്ലാവിധ സഹായങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ അകം ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇബ്നു സലാം ഒരു വ്യക്തിയായിട്ട് മാത്രം മാറുകയും ലൈല അവരുടെ മനസ്സിൽ മജ്നുവിനോടുള്ള പ്രണയം ദിനം പ്രതി കൂടും തോറും വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. ചില രാത്രികളിലൊക്കെ ഇബ്നു സലാം ദേഷ്യത്തോടു കൂടെ ലൈലയോട് സംസാരിക്കുന്നുണ്ട്. എന്താണ് ലൈല ഇത്? എന്നാണ് ഇത് അവസാനിക്കുക? ഈ ഭ്രാന്തമായ പ്രണയം നീ എന്നാണ് അവസാനിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് തൻ്റെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി മരുഭൂമിയിൽ രാത്രി ഒറ്റയ്ക്ക് ഇരുന്ന് വന്നുകൊണ്ട് കരയുന്ന ലൈലയാണ് ആ കഥയിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത്. ഏകയായി ഇരുന്നു കൊണ്ട് മരുഭൂമിയിൽ തൻ്റെ കൈസിനെ കുറിച്ച് ആലോചിച്ച് കൈസിൻ്റെ കവിതകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് കൈസ് എന്ന ഒരേ ഒരു പ്രേമഭാജനത്തെ മാത്രം ആരാധിച്ചു കൊണ്ട് കഴിയുന്ന ലൈല. അങ്ങനെയാണ് ഒരു ദിവസം ഈ ഇബ്നു സലാമിൻ്റെ വീട്ടിലേക്ക് കുറച്ച് കച്ചവട സംഘം വരുന്നത്. അവർ ഇബ്നു സലാമിൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അവരുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴാണ് അവർ മരുഭൂമിയിൽ നിന്ന് കണ്ട ഈ മജ്നുവിൻ്റെ വാർത്ത ഇബ്നു സലാമിനോട് പറയുന്നത്. മജ്നു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, അവന് ഭ്രാന്തനൊന്നുമല്ല. അവൻ്റെ കവിതാശകലങ്ങൾ, മജ്നു അവർക്ക് പാടിക്കൊടുത്ത കവിതാശകലങ്ങൾ ഈ കച്ചവട സംഘം ഇബ്നു സലാമിനോട് പാടിക്കൊടുക്കുന്നുണ്ട്. ആ സമയം തൊട്ടപ്പുറത്തിരിക്കുന്ന ഭാര്യയായിരുന്ന ലൈല ഈ കവിതകൾ കേൾക്കുകയാണ്. ഇബ്നു സലാം ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നു, ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ വിവാഹശേഷം ലൈലയുടെ മുഖത്തൊരു ഭാവവ്യത്യാസം സംഭവിക്കുന്നത് ഈ മജ്നുവിൻ്റെ ഈ കവിതാശകലങ്ങൾ കേട്ടപ്പോൾ മാത്രമാണ്.
ഇബ്നു സലാം ആ സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. ഒരിക്കലും ലെയ്ല ദേഷ്യപ്പെടുന്നില്ല. അവരുടെ സാഹചര്യവും അവരുടെ ജീവിതമൊക്കെ അദ്ദേഹം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ തന്നെ തുറന്നു കൊണ്ടുപോവുകയാണ്. മജ്നുവിൻ്റെ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ വേദനയേറിയ ദിവസങ്ങളാണ് തള്ളി നീക്കേണ്ടി വരുന്നത്. ഉമ്മ കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച പോലും മങ്ങി തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന് എന്താണ് ഇനി ചെയ്യാനാവുക? ഉപ്പ ദിവസം പ്രതി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ മകനെ പൂർവാധിക ശക്തിയോടെ പഴയ പോലെയായിട്ട് എനിക്ക് തിരിച്ചു തരുമെന്ന് ദിവസവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഫലവും കാണുന്നില്ല. ഇനി എന്താണ് താൻ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിനൊന്നും അറിയില്ലായിരുന്നു. മരുഭൂമിയിൽ നിന്ന് വരുന്ന പല കച്ചവടക്കാരോടും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മകൻ മജ്നുവിനെ കണ്ടോ? നിങ്ങൾ എൻ്റെ കൈസിനെ കണ്ടോ? അവൻ്റെ അവസ്ഥ എന്താണ്? അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. പലരും അവനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ചിലരെങ്കിലും എല്ലും തോലുമായി കിടക്കുന്ന മൃഗങ്ങൾക്കിടയിൽ മറ്റൊരു മൃഗജീവിയായിട്ട് കണ്ട കൈസിൻ്റെ വേദനാപൂർണമായ കഥയാണ് തൻ്റെ പിതാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും താങ്ങാനാവാത്ത വാർത്തകളാണ് ഓരോ കച്ചവട സംഘങ്ങളും മജ്നുവിനെ കണ്ട കച്ചവട സംഘങ്ങൾ തൻ്റെ പിതാവിന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു ഹജ്ജ് വർഷത്തിൻ്റെ ആരംഭത്തിൽ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. എൻ്റെ മകനെ ഹജ്ജിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം. കഅബയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അവൻ്റെ ഈ അസുഖവും ഈ പ്രണയവും ഒക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കഅബയുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാം. കഅബയുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാതെ ഒരാളും മടങ്ങി വന്നിട്ടില്ല. അതുകൊണ്ട് അതെന്തായാലും തൻ്റെ മകൻ്റെ ജീവിതത്തിൽ പ്രതിഫലിക്കുമെന്ന ബോധ്യപ്പെട്ടതോടുകൂടെ പിതാവ് തൻ്റെ ഗോത്രക്കാരെ മുഴുവനും വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് അവരോടൊക്കെ ഈ ആശയം പറയുകയാണ്, നമുക്ക് മജ്നുവിനെ തെരഞ്ഞു പോകണം. മരുഭൂമിയിൽ എവിടെയെങ്കിലും അവനുണ്ടാവും. അവനെ തെരഞ്ഞു പിടിച്ച് ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടിയിട്ട് നമുക്ക് അവനെ കൊണ്ടുപോകണം. ഗോത്രത്തിലുണ്ടായിരുന്ന ആളുകൾ മുഴുവനും കൈമലർത്തുകയാണ്. മരുഭൂമിയിൽ എവിടെയാണ് മജ്നു എന്ന് ഒരാൾക്ക് പോലും അറിയില്ല. എത്ര ദിവസമാണ് നമ്മൾ അവനെ തിരയുക? ആ എതിർപ്പുകളൊന്നും വകവെക്കാതെ ഗോത്രത്തിലെ കുറച്ച് ആളുകളെയും കൂട്ടിയിട്ട് ആ പിതാവ് അവരുടെ യാത്ര തുടങ്ങുകയാണ്. കയ്യിൽ ഒരുപാട് വെള്ളവും ഭക്ഷണമൊക്കെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം എത്ര ദിവസം കൊണ്ടാണ് തിരഞ്ഞു പോവുക, എവിടെയാണ് അവനിരിക്കുന്നതൊന്നും ബോധ്യമല്ല. അങ്ങനെ അവരുടെ ദിവസങ്ങൾ നീണ്ട തിരച്ചിൽ ആരംഭിക്കുകയാണ്. ഒരുപാട് ദൂരം, ഒരുപാട് ദിവസങ്ങൾ അവൻ മരുഭൂമിയുടെ പല ഭാഗങ്ങളിലും അലയുന്നുണ്ട്. പക്ഷേ അതിവിശാലമായി പാരാവാരമായി പരന്നു കിടക്കുന്ന, നാലാഭാഗത്തും പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ എവിടെയാണ് ഞങ്ങൾ ഈ മജ്നുവിനെ തിരയേണ്ടത്? അങ്ങനെ അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും ഭക്ഷണമൊക്കെ ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരവസരത്തിൽ ഒരു ദിവസം ഒരു പാറപ്പുറത്ത് മൃഗങ്ങളോടുകൂടെ ഇരിക്കുന്ന എല്ലും തോലുമായ ഒരു ജീവിയെ ആ പിതാവും സംഘവും കാണുകയാണ്. ഉടനെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. മജ്നു കണ്ണു തുറന്നു നോക്കുന്നു. ഉപ്പ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ആ സമയത്ത് ആ പിതാവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരുകൾ ഒലിച്ചിറങ്ങുന്നുണ്ട്. ഒരു പിതാവും തൻ്റെ മകനെ കാണാൻ പറ്റാത്ത, സഹിക്കാത്ത അത്രയും ദാരുണമായ സാഹചര്യത്തിലാണ് ആ പിതാവ് തൻ്റെ മകനെ മജ്നുവിനെ കാണുന്നത്. ഉടനെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടിയിട്ട് നമുക്ക് പോവാം. നമുക്ക് കഅബയുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാം. നീ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കണം. നിൻ്റെ ഈ ഭ്രാന്തും ഈ അസുഖവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ മജ്നു പുഞ്ചിരിച്ചുകൊണ്ട് ഉപ്പയോട് പറയുകയാണ്, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തിരിച്ചു പോകാം. കാരണം പിതാവേ, എൻ്റെ ഈ ഭ്രാന്താണ് എൻ്റെ ലോകം, ഈ രോഗമാണ് എൻ്റെ ലോകം, ലൈലയാണ് എൻ്റെ മരുന്ന്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തിരിച്ചു പോവുക എന്ന് പറയുന്നുണ്ട്. ഉടനെ ആ പിതാവ് മജ്നുവിൻ്റെ കാൽ കീഴിലേക്ക് വീഴുകയാണ്. മകനെ, നീ വരണം. ഉമ്മ നിന്നെ കാത്ത് കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വരണം എന്ന് അപേക്ഷിച്ചപ്പോൾ, തൻ്റെ പിതാവ് ഇങ്ങനെ കാലിൽ പിടിച്ച് തന്നോട് അപേക്ഷിക്കുന്നത് കണ്ടപ്പോൾ മജ്നു അവരോട് സമ്മതിക്കുകയാണ്. അങ്ങനെ ഒട്ടകപ്പുറത്തിരുന്നിട്ട് ആ വിരൂപിയായി മാറിയ, എല്ലും തോലുമായി മാറിയ മജ്നു മക്കയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. വഴിയിൽ വെച്ച് മുഴുവൻ ആളുകളും മജ്നുവിനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി, ഇതവർ കഥകളിലൂടെയും കവിതകളിലൂടെയും കേട്ട പ്രണയത്തിൻ്റെ വിശ്വസ്വരൂപമായി മാറിയ മജ്നുവാണ് എന്ന് അവർക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ മജ്നു ആരെയും ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ ലോകത്തും അവൻ്റെ കവിതകളുടെ ലോകത്തും ലൈല മാത്രമാണുള്ളത്. അങ്ങനെ ഒട്ടകപ്പുറത്തേറിയിട്ട് അവർ മക്കയുടെ സമീപത്തെത്തുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും തടിച്ചുകൂടിയ മനോഹരമായ കാഴ്ച മജ്നു കാണുന്നുണ്ട്. സുഗന്ധത്തിൻ്റെ മനോഹരമായ അനുഭൂതി അവനുണ്ടാകുന്നുണ്ട്. ഇങ്ങനെ സുഗന്ധത്തിൻ്റെ അനുഭൂതി അവന് നഷ്ടപ്പെട്ടിട്ട് വർഷങ്ങളായിട്ടുണ്ട്. മൃഗങ്ങളുടെ ചൂരും
അവളുടെ അവശിഷ്ടങ്ങളുടെ മണവും മാത്രമാണ് മജ്നു കാലങ്ങളായിട്ട് മണത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സുഗന്ധവും പുതിയ ആളുകളൊക്കെ മാത്രമല്ല ഈ ഒരു യാത്രയും മജ്നുവിൻ്റെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിച്ച് കളയും എന്ന് തന്നെയായിരുന്നു മജ്നുവിൻ്റെ പിതാവും വിചാരിച്ചിരുന്നത്. അങ്ങനെ അവർ കഅബയിലേക്ക് പ്രവേശിക്കുന്നു. ഹജ്ജിന് വേണ്ടിയിട്ട് അവരുടെ കർമ്മങ്ങളൊക്കെ അവസാനിക്കുന്നു. കഅബയുടെ അടുത്തേക്ക് തൻ്റെ മകനെയും കൊണ്ട്, ഇത്രയും ആയിരക്കണക്കിന് ആളുകൾക്കിടയിലേക്ക് ആ പിതാവ് തൻ്റെ മകനെയും കൊണ്ട് കഅബയുടെ സമീപത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് തന്നെ മകനോട് പറയുന്നുണ്ട്, മകനെ, ഇവിടെ വെച്ചിട്ട് നീ പ്രാർത്ഥിക്കണം. നീ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ലൈലയെ പൂർണ്ണമായും എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ഈ കഅബയെ പിടിച്ചിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹു എന്തായാലും അത് സ്വീകരിക്കുമെന്ന് ആ പിതാവ് പറയുന്നുണ്ട്. ഉടനെ ആ കഅബയുടെ കില്ല പിടിച്ചിട്ട് മജ്നു പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ, എൻ്റെ പിതാവിനോട് പറയുന്നത് ലൈലയെ എൻ്റെ മനസ്സിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ റബ്ബേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മനസ്സിൽ ലൈലയോടുള്ള പ്രണയം അത് ഇരട്ടിയാക്കി തരണേ. എൻ്റെ രോഗത്തെ നീ ഇരട്ടിയാക്കി തരണേ. എൻ്റെ ഭ്രാന്തിനെ നീ ഇരട്ടിയാക്കി തരണേ. ഒരു നിമിഷം പോലും ലൈലയെ ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ കൂടി നിൽക്കുന്ന ആളുകളും പിതാവുമൊക്കെ ഈ പ്രാർത്ഥന കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഭ്രാന്ത് കൂട്ടിത്തരാൻ വേണ്ടി, എൻ്റെ രോഗം അധികരിപ്പിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രോഗിയെ, ഒരു ഭ്രാന്തനെ ലോകത്താദ്യമായിട്ടാണ് അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അവർ ആ നിമിഷം അവിടെ അത്ഭുതപ്പെട്ട് സ്തബ്ധയായിരിക്കുകയാണ്. ആ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ആ നിമിഷം എല്ലാം നഷ്ടപ്പെട്ട ഒരു നിമിഷമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട ആ പിതാവ് വളരെ വേദനയോടുകൂടെ മക്കയിൽ നിന്ന് ഹജ്ജിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. മജ്നുവിൻ്റെ ഈ കഅബയുടെ അടുത്തുള്ള പ്രാർത്ഥന ആളുകൾ പറഞ്ഞ് എല്ലാവരിലേക്കും എത്തുന്നു. അങ്ങനെയാണ് ആ പ്രാർത്ഥന വിദൂരതയിൽ താമസിക്കുന്ന തൻ്റെ പ്രണയഭാജനമായ മജ്നുവിനെ മാത്രം സ്വപ്നം കണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുന്ന മറ്റൊരാളുടെ ഭാര്യയായിട്ട് ജീവിക്കുന്ന ലൈലയുടെ കാതുകളിലേക്കും എത്തുന്നത്. ലൈല അന്ന് രാത്രി മാത്രം ഏറെക്കാലങ്ങൾക്ക് ശേഷം വളരെ സമാധാനത്തോടുകൂടെ ഉറങ്ങുകയാണ്. ആളുകൾ ലൈലയോട് എന്നിട്ട് പറയുന്നുണ്ട്, കഅബയുടെ കില്ല് പിടിച്ചിട്ട് മജ്നു നടത്തിയ പ്രാർത്ഥന, ദൈവമേ, നീ ഒരിക്കലും ലൈലയെ എൻ്റെ മനസ്സിൽ നിന്ന് ഒരു നിമിഷം പോലും ഒഴിവാക്കരുതേ, അവരുടെ പ്രണയത്തിൽ തന്നെ എന്നെ മരിപ്പിക്കണേ എന്ന മജ്നുവിൻ്റെ പ്രാർത്ഥന കേട്ട ഉടനെ അന്ന് രാത്രി മാത്രമാണ് ദിവസങ്ങൾക്ക് ശേഷം ലൈല ഒന്ന് ശാന്തമായിട്ട് ഉറങ്ങുന്നത്. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഈ അവസരത്തിലാണ് കൈസിൻ്റെയും ലൈലയുടെയും കൂടെ പഠിച്ച അവരുടെ കൂട്ടുകാർ ഒരു കാര്യം തീരുമാനിക്കുന്നത്. ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. രണ്ടുപേരുടെയും വേദനകൾ നമ്മൾ ദിവസവും കാണുക. അവരുടെ കൂടെ പഠിച്ച അത്രയും ബന്ധമുള്ള അവരുടെ പ്രിയപ്പെട്ട കുറച്ച് മനുഷ്യർ എടുത്തൊരു തീരുമാനമായിരുന്നത്. ഇവരെ രണ്ടുപേരെയും ഇങ്ങനെ വിടാൻ നമുക്കിനി സമ്മതിക്കില്ല, നമ്മൾ എന്തെങ്കിലും ഇതിന് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ദിവസം കൂടിയിരിക്കുകയും നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നും അവർ തീരുമാനിക്കുന്നുണ്ട്. രണ്ട് ജീവിതവും ഇങ്ങനെ ഉരുകി അവസാനിക്കുക മാത്രമാണ് ഉണ്ടാവുക, നമുക്കിതിനൊരു പരിഹാരം കാണണമെന്ന് സയ്യിദ് എന്ന മജ്നുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആ അവസരത്തിൽ അവരോട് പറയുകയാണ്. നമുക്ക് എന്ത് ചെയ്യാനാവും? എല്ലാവരും കൂടി ഒരു തീരുമാനമെടുക്കുന്നു. അങ്ങനെ സയ്യിദ് അവരോട് പറഞ്ഞ ഉടനെ സയ്യിദ് അവരോട് വീണ്ടും പറയുന്നുണ്ട്, നമ്മൾ അവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ പോകുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെ ഉരുകിത്തീരേണ്ടതല്ല, നമ്മൾ അവരെ ഒന്നിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സയ്യിദ് ഇതിനു വേണ്ടിയിട്ട് തീരുമാനമിട്ട് മുന്നിട്ടിറങ്ങുകയാണ്. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ്റെ കൂടെ നിൽക്കുന്നു. പക്ഷേ സയ്യിദിനൊരിക്കലും ഈ ലൈലയെ കണ്ടിട്ട് ഈ കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കില്ല. അങ്ങനെയാണ് സയ്യിദിൻ്റെ സഹോദരിയായിരുന്ന സെൽമയെ ഈ ലൈലയുടെ അടുത്തേക്ക് സയ്യിദ് പറഞ്ഞേക്കുന്നുണ്ട്. എല്ലാ കൂട്ടുകാരെയും പോലെ ഈ സെൽമ ഈ ലൈലയുടെ ദൂരത്തുള്ള വീട്ടിലേക്ക് ചെല്ലുന്നു. അവളെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും ചേർന്നിട്ടൊരു തീരുമാനമെടുത്തിട്ടുണ്ട്, നിന്നെയും ഈ മജ്നുവിനെയും ഇങ്ങനെ വിട്ടാൽ ഇനി ശരിയാവില്ല, നിങ്ങൾ രണ്ടുപേരെയും ഒന്നിപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അത് കേട്ട ലൈലക്ക് സന്തോഷമാണോ സങ്കടമാണോ മനസ്സിൽ എന്നത് വ്യക്തമാക്കാനായില്ല. കാരണം അവൾ ശങ്കിച്ച് നിൽക്കുകയാണ്, അത് സാധ്യമാണോ? എങ്ങനെയാണ് ഞാൻ എൻ്റെ മജ്നുവിനെ കണ്ടുമുട്ടുക? എങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനാവുക? ഉടനെ സൽമ പറയുന്നുണ്ട്, അപകടം പിടിച്ചതാണെങ്കിൽ കൂടെ നമുക്ക് ശ്രമിക്കാം, നമുക്കതിനു വേണ്ടി തയ്യാറാവാം. വിദൂരതയിൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഈന്തപ്പനത്തോട്ടവും അവിടെ യാത്രാ സഞ്ചാരികളൊക്കെ തങ്ങുന്ന ഒരു കിണറും അതിൻ്റെ സമീപമൊക്കെ ഉണ്ട്.
അവിടേക്ക് സയ്യിദും കൂട്ടുകാരും മജ്നുവിനെ കൊണ്ടുവരും. ഞാൻ നിന്നെയും കൂട്ടി അവിടേക്ക് ചെല്ലും. അവിടെ വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്നു. നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് നിങ്ങൾ ജീവിക്കണം എന്ന അവരുടെ പദ്ധതിയും സൽമ ആ അവസരത്തിൽ ലൈലക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തൻ്റെ പിതാവിൻ്റെയും അവരുടെ ഗോത്രക്കാരെയും തൻ്റെ വിശ്വസിക്കുന്ന ഈ ഭർത്താവിനെയും അവരെല്ലാവരെയും ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ട് അവരെല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ കൈസിൻ്റെ അടുത്തേക്ക് പോകാൻ അവർക്ക് ഭയം ഏറെ ഉണ്ടായിരുന്നു. എന്താണ് അതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങളെ കൊന്നുകളയാനായിരിക്കും ഈ രണ്ട് ഗോത്രക്കാരും തീരുമാനിക്കുക എന്നും ലൈലക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ആ ഭയത്തിനെ എല്ലാം വകവെച്ചുകൊണ്ട് തൻ്റെ പ്രണയസ്വരൂപിയായ മജ്നുവിനെ കാണാൻ വേണ്ടിയിട്ട് ലൈല അന്ന് രാത്രി ഇറങ്ങിത്തിരിക്കുകയാണ്. സൽമയും ലൈലയും അങ്ങനെ അന്ന് രാത്രി ഇബ്നു സലാം ഉറങ്ങിയ ശേഷം അവരവരുടെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വിദൂരതയിലുള്ള മരുഭൂമിയിലെ ഈന്തപ്പനത്തോട്ടത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. അതേ അവസരത്തിൽ സയ്യിദും കൂട്ടുകാരും മജ്നുവിനെ കാണാൻ വേണ്ടിയിട്ട് മരുഭൂമിയിൽ മുഴുവനും അലഞ്ഞു തിരിയുന്നു. അങ്ങനെ ഒരു ഗുഹാമുഖത്ത് വെച്ചുകൊണ്ട് മൃഗങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് ഈ എല്ലും തോലുമായി മാറിയ മജ്നുവിനെ അവർ കണ്ടെത്തുകയാണ്. സയ്യിദിനെ കണ്ടതോടുകൂടെ ഏറെ കാലങ്ങൾക്ക് ശേഷം മജ്നു ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. സയ്യിദ്, നീയോ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നീ എന്താണ് ഇവിടെ? ഉടനെ സയ്യിദ് വന്ന കാര്യങ്ങൾ മുഴുവനും പറയുന്നു. നിന്നെയും ലൈലയും ഞങ്ങൾ ഒന്നിപ്പിക്കാൻ പോവുകയാണ്. ആ സമയത്ത് മജ്നു പറയുന്നൊരു മറുപടിയുണ്ട്. ഇല്ല, ഞാനതിനൊരിക്കലും തയ്യാറല്ല. കാരണം എന്നെ കാണാൻ വേണ്ടി ലൈല അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചാൽ അത് അവളുടെ ജീവന് തന്നെ അപകടമാണ്. അവളുടെ ഭർത്താവിൻ്റെയും അവളുടെ വീട്ടുകാരൊക്കെ വന്നുകൊണ്ട് അവളെ കൊന്നുകളയാൻ പോലും മടിക്കില്ല. അതുകൊണ്ട് അപകടം നിറഞ്ഞ ഈ ഒരു പദ്ധതിക്ക് ഞാൻ കൂട്ടി നിൽക്കില്ല എന്ന് മജ്നു പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും ആ പ്രണയത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന, ആ പ്രണയത്തിൻ്റെ ഓർമ്മകളിൽ കഴിയുന്ന അവർ ലൈലയുടെ ജീവിതവും അവരുടെ ജീവൻ്റെ ഭയവും കാരണത്താൽ അവളെ ഒരു നോക്ക് കാണാൻ പോലും വിസമ്മതിക്കുകയാണ്. ഇങ്ങനെ സയ്യിദും കൂട്ടുകാരൊക്കെ ഏറെ നേരം പറഞ്ഞ് സമ്മതിപ്പിച്ചതുകൊണ്ട് അങ്ങനെ മജ്നു അതിന് വേണ്ടിയിട്ട് അവസാനം സമ്മതം മൂടുന്നുണ്ട്. ഒന്നും സംഭവിക്കില്ല മജ്നു, അവളുടെ കൂടെ ആഗ്രഹമാണിത്. അങ്ങനെ വളരെ പറഞ്ഞ് നിർബന്ധിപ്പിച്ചുകൊണ്ട് മജ്നുവിനെ തൻ്റെ കൂട്ടുകാർ സമ്മതിപ്പിക്കുന്നുണ്ട്. അതുകൂടെ കേട്ടപ്പോൾ മജ്നു സമ്മതിച്ചിട്ട് അവർ അന്ന് ലൈലയെ കാണാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. ആ അമാവാസി രാത്രി ഒരു കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് സൽമയുടെ കൂടെ ലൈലയും വരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒറ്റപ്പെട്ട ആ ഈന്തപ്പനത്തോട്ടത്തിലേക്ക്, ആ കിണറും അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന ആ ഒരു സ്ഥലത്തിലേക്ക് അവർ രണ്ടുപേരും ഒരുമിച്ച് കൂടുകയാണ്. വിദൂരതയിൽ നിന്ന് കയ്യിലൊരു വിളക്ക് പിടിച്ചുകൊണ്ട് ലൈല നടന്നു വരുന്നുണ്ട്. ഇവിടെ എല്ലും തോലുമായി മാറിയ, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് പട്ടിണി കിടക്കുന്ന വിരൂപിയായി മാറിയ മജ്നു, അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ഓരോ വിളക്കുകളുണ്ട്. വിദൂരതയിൽ നിന്ന് തന്നെ മജ്നു ലൈലയുടെ ആ നിഴൽ കാണുകയാണ്. ഉടനെ മജ്നു അവിടെ സ്തബ്ധനായിട്ട് നിന്നു പോകുന്നു. മുന്നോട്ട് നടക്കാനുള്ള അവൻ്റെ ശക്തി മുഴുവനും ചോർന്നു പോകുന്നു. കാരണം അവന് ആ സമയത്ത് ബോധ്യപ്പെടുകയാണ് മറ്റൊരാളുടെ ഭാര്യയാണത്. അവളെ ഇപ്പോൾ ഈ ഏകാന്തമായി ഇവിടെ വെച്ച് കാണുന്നത് അവൾക്കും അവളുടെ കുടുംബത്തിനൊക്കെ അപകടകരമാണ്. അതുകൊണ്ട് ഞാൻ കാരണം അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് പേടിച്ചുകൊണ്ട് മജ്നു അവിടെ തന്നെ നിന്നു പോവുകയാണ്. ലൈലയും ഇതേ അവസ്ഥയോടുകൂടെ താൻ മറ്റൊരാളുടെ ഭാര്യയാണ്, ഞാൻ ഒരുമിച്ച് ഇവിടെ തനിച്ച് മജ്നുവുമായിട്ട് ഇവിടെ കണ്ടുമുട്ടുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവളും അല്പദൂരം നടന്ന് അവിടെ നിന്നു പോവുകയാണ്. അങ്ങനെ അവർ പരസ്പരം ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ ഒരു നിഴലിൽ എവിടെയോ ഒന്ന് കണ്ടുമുട്ടുന്നു. എത്രയോ വർഷങ്ങളുടെ ഓർമ്മകൾ പേറുന്ന കവിതകളുമായിട്ട് മജ്നു അത്രയും കാലം തേടി നടന്ന തൻ്റെ പ്രണയഭാജനത്തെ, തൻ്റെ പ്രണയ ഗോപുരത്തെ ഒരു നിഴൽ കണക്കെ ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കണ്ടുമുട്ടുകയാണ്. ലൈല വിദൂരതയിൽ നിന്ന് ഉറക്കനെ വിളിച്ചോദിക്കുന്നു, കൈസ്. ഇവിടെ നിന്ന് കൈസിൻ്റെ മറുപടി വരുന്നു, ലൈല നിനക്ക് സുഖമാണോ? ഉടനെ വിരൂപിയായി മാറിയ ഈ മജ്നുവിൻ്റെ രൂപം ആ വെളിച്ചത്തിൻ്റെ ഒരു നിഴലിൽ കണ്ട ലൈല തിരിച്ചു ചോദിക്കുന്നുണ്ട്, മജ്നു എന്തിനാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്? ഉടനെ മറുപടി പറയുന്നു, നമ്മുടെ സ്നേഹം ഈ ലോകം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ലൈല, ആ ദിവസത്തിന് വേണ്ടി നമ്മൾ ജീവിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും തിരിച്ചു നടക്കുകയാണ്. ഇത്രയും വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അവരുടെ രണ്ടുപേരുടെയും ജീവൻ്റെ ഭയം മൂലം അവരവരുടെ പ്രണയ ഗോപുരങ്ങളെ ഒരു നിഴൽ ദൂരം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവരവിടെ
അവരുടെ ആ സംഘം അവസാനിപ്പിച്ച് അവർ രണ്ടുപേരും തിരിച്ചു നടക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ലൈല സൽമയുടെ കൂടെ തൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. ലൈലയെ സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ള ദിവസങ്ങൾ വളരെ നിശ്ചലമായിരുന്നു. താൻ കാരണം വിരൂപിയായി മാറിയ തൻ്റെ മജ്നുവിൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഓർത്ത് പിന്നീട് അവൾ ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല, ഒരിറ്റ് ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. അവളുടെ ജീവിതം തീർത്തും നിശ്ചലമായ കറുത്ത ദിവസങ്ങളിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഇബ്നു സലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് എന്ത് പറ്റിയെന്നറിയുന്നില്ല, എന്തെങ്കിലും രോഗം സംഭവിച്ചോ എന്നറിയുന്നില്ല. അറേബ്യയിലെ പല നാടുകളിൽ നിന്നും വിദഗ്ധരായ പല വൈദ്യന്മാരെയും ലൈലയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അവരുടെ മരുന്നിനൊന്നും ലൈലയുടെ മുറിവിനെ ഉണക്കാനായില്ല. കാരണം അവളുടെ മുറിവിനെ ഉണക്കാനാകുന്ന ഒരേ ഒരു മരുന്ന് അത് തൻ്റെ പ്രിയപ്പെട്ട മജ്നുവാണ്. അത് അവളുടെ കൂടെയില്ല. പിന്നെ എങ്ങനെയാണ് അവൾക്ക് അവളുടെ രോഗം മാറ്റാനാവുക? അങ്ങനെ ഭക്ഷണം കഴിക്കാതെ വളരെ സുന്ദരിയായിരുന്ന ലൈല എല്ലിൻ തോലായിട്ട് മാറുകയാണ്. തൻ്റെ അവസാന നിമിഷം തൻ്റെ ഉമ്മ തന്നെ കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ലൈല കണ്ണീരോടുകൂടി ഉമ്മയോട് പറയുന്നുണ്ട്, ഉമ്മ, ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ എന്നെ എൻ്റെ വിവാഹ വസ്ത്രത്തിൽ തന്നെയാണ് നിങ്ങൾ മറവ് ചെയ്യേണ്ടത്. മാത്രമല്ല നിങ്ങൾ കൈസിനോട് പോയിട്ട് പറയണം ഞാൻ അവനെ കാത്ത് സ്വർഗത്തിലിരിക്കുന്നുണ്ട് എന്ന്. അത്രയും പറഞ്ഞതോടുകൂടെ കൈസ് എന്ന് മാത്രം ഉച്ചരിച്ചുകൊണ്ട് ലൈല ഈ ലോകത്തോട് വിട പറയുകയാണ്. പ്രണയത്തിൻ്റെ രണ്ടറ്റങ്ങളിൽ നിന്നുകൊണ്ട് ഒന്നിക്കാനാവാതെ ലൈല ഈ ലോകത്തോട് വിട പറയുന്നു. മജ്നുവിനെ സംബന്ധിച്ചിടത്തോളം സയ്യിദാണ് ഈ വാർത്ത വന്ന് പറയുന്നത്. നിശ്ചലമായ മരുഭൂമിയുടെ ആ ഊശ്വരഭാവങ്ങളിൽ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആവാതെ മജ്നു തൻ്റെ നില തുടരുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട പ്രേമഭാജനത്തിൻ്റെ മരണവാർത്തയറിഞ്ഞ ആ നിമിഷം ഒരു ഉറ്റ കണ്ണുനീര് പോലുമില്ലാതെ മജ്നു ആ നിമിഷം തന്നെ മരുഭൂമിയിലേക്ക് വീണ്ടും അവിടെ നിന്ന് സയ്യിദിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി നടക്കുകയാണ്. മുൻപിൽ കാണുന്ന കാഴ്ചകളൊന്നും അവൻ്റെ കണ്ണിൽ പതിയുന്നില്ല. നിശ്ചലമായ മരുഭൂമിയും ഒരു കാറ്റുപോലുമില്ലാതെ ഇരുട്ടിലമർന്നു പോയ ആ മരുഭൂമിയിലേക്കാണ് മജ്നു നടന്നു നീങ്ങുന്നത്. അവൻ്റെ മറ്റൊരു കവിത അവിടെ പാടി വെക്കുന്നുണ്ട്. എൻ്റെ ലൈലയുടെ ശരീരമാണ് ഈ ലോകത്തു നിന്ന് നഷ്ടമായത്. അവളുടെ ആത്മാവും ജീവനും ഒക്കെ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലും കുടികൊള്ളുകയാണ്. അതുകൊണ്ട് ലൈല, നിനക്ക് മരണമില്ല എന്ന കൈസിൻ്റെ അവസാന കവിത അവൻ അവിടെ പാടി വെക്കുന്നുണ്ട്. ഉടനെ മജ്നു നടന്നു നീങ്ങുന്നത് തൻ്റെ ലൈലയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. സയ്യിദ് തടയുന്നുണ്ട്, നീ ഇപ്പോൾ അവിടേക്ക് പോകരുത്, നിൻ്റെ ജീവന് തന്നെ അത് അപകടമാണ്, അവരുടെ ഗോത്രക്കാർ നിന്നെ കൊന്നുകളയും. ആ സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മജ്നു സയ്യിദിനോട് മറുപടി പറയുന്നു, അത് തന്നെയാണ് സയ്യിദ് എനിക്കും വേണ്ടത്, അവരെന്നെ കൊന്നുകളയട്ടെ. പതിയെ പതിയെ നടന്ന് ആ മരുഭൂമിയുടെ അവസാനത്തിൽ ലൈലയുടെ നാട്ടിലേക്ക് മജ്നു എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ ആ പള്ളിക്കാട്ടിൽ പുതുതായി കുനിച്ചിട്ട ആ മണ്ണിട്ടി മേലിലേക്ക് മജ്നു നടക്കുന്നു. അന്ന് അവനെ ആരും വിളിച്ച് കളിയാക്കിയില്ല. ഗോത്ര പാരമ്പര്യത്തിൻ്റെയും കുടുംബ മഹിമയുടെയും പേരിൽ അവനെ അന്ന് ആരും കല്ലെറിഞ്ഞ് അട്ടി ഓടിച്ചില്ല. അവരെല്ലാവരും സഹതാപത്തിൻ്റെ കണ്ണുനീരോടുകൂടെ അന്ന് മജ്നുവിനെ കാണുകയാണ്. വളരെ പതിയെ പതിയെ നടന്ന് ആ പള്ളിക്കാട്ടിലെ പുതിയ ഖബറിലേക്ക് മജ്നു വളരെ സ്നേഹത്തോടുകൂടെ വന്നിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് ഒരു നോക്ക് പോലും കാണാനാവാതെ പിരിഞ്ഞവരുടെ അത്രയും സ്നേഹത്തോടെയുള്ള കണ്ടുമുട്ടലായിരുന്നു അത്. മജ്നു സന്തോഷത്തിൻ്റെ കണ്ണീർ പൊഴിക്കുകയാണ്. ഈ മണ്ണിനടിയിൽ എൻ്റെ ലൈല ഉറങ്ങുന്നു, ഈ മണ്ണിന് മുകളിൽ ഞാനും ഇരിക്കുന്നു. അത്രയും വർഷങ്ങളായിട്ട് പിരിഞ്ഞവരുടെ അത്രയും മനോഹരമായ ഒരു സ്നേഹ സംഗമമായിരുന്നു ആ കാഴ്ച. ആ മണ്ണിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട്, തൻ്റെ ലൈലയുടെ ഖബറിൻ്റെ മുകളിൽ മലർന്ന് കിടന്നുകൊണ്ട് ഖൈസ് തൻ്റെ അവസാനത്തെ കവിത പാടി വെക്കുന്നു. ലൈല, ഞാനിതാ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടുന്നു. ആ കവിതയോടുകൂടെ തന്നെ ആ ഖബറിൻ്റെ മുകളിൽ കിടന്നുകൊണ്ട് ഖൈസ് തൻ്റെ അവസാന ശ്വാസം വലിക്കുന്നു. രണ്ടുപേരുടെയും അതിമനോഹരമായ സംഗമം. ഖൈസ് പലപ്പോഴായിട്ട് തൻ്റെ കവിതകളിലൂടെ പറയുന്നത് പോലെ, ഈ ലോകം നമ്മുടെ പ്രണയത്തിന് വേണ്ടി ഒട്ടും തയ്യാറല്ല, നമുക്ക് വേണ്ടി ഒരു ലോകം കാത്തിരിക്കുന്നുണ്ട്, ആ ലോകത്തിൽ വെച്ചാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് എന്ന് ഖൈസ് പലപ്പോഴായിട്ട് ലൈലയ്ക്ക് കൊടുത്തേക്കുന്ന കവിതകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ അതേ മണ്ണിൽ
ഒരുപോലെ രണ്ടുപേരും ഒരേ നിമിഷം മരിച്ചു വീഴുകയാണ്. അവിടേക്ക് ഓടിക്കൂടി ആളുകൾ മുഴുവനും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു. ജീവിതത്തിലെ ഒന്നിക്കാൻ കഴിയാതെ പോയ ഈ രണ്ട് ജീവനുകൾക്ക് മരണമാണ് അവരെ ഒന്നിപ്പിക്കേണ്ടത്. ലൈലയുടെ തൊട്ടടുത്ത് തന്നെ മജ്നു വേണ്ടിയിട്ടുള്ള ഖബർ കുഴിക്കുന്നു. അവരെ അവിടെ ഇറക്കി കടത്തുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നിക്കാൻ പറ്റാതെ അത്രയും വിദൂരതയിലേക്ക് മറഞ്ഞുപോയ ആ പ്രണയത്തിൻ്റെ പര്യായമായ ലൈലയും മജ്നുവും മരണത്തിൻ്റെ അവസാന പിടിവള്ളിയിൽ പിടിച്ചുകൊണ്ട് അവരൊരുമിച്ച് അവരുടെ മരണാനന്തര ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അവരവരുടെ ഒരുമിച്ചുള്ള ജീവിതം അവിടെ വെച്ച് ആരംഭിക്കുകയാണ്. പ്രണയത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ തന്നെ ഒഴിഞ്ഞു വെച്ച രണ്ട് പ്രണയ കമിതാക്കളുടെ അത്രയും ഉജ്ജ്വലമായ ജീവിതമാണ് ലൈലയും മജ്നുവും നമ്മോട് പറഞ്ഞു വെക്കുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് 300 കിലോമീറ്ററുകൾ അകലെ അഫ്ലജ് എന്ന പട്ടണത്തിലാണ് ഇന്നും ആ ലൈലയും മജ്നുവും കളിച്ചു വളർന്ന പട്ടണം ഇന്ന് ലൈല എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. നമ്മൾക്ക് മുന്നിൽ ജീവിച്ചു പോയ രണ്ട് പ്രണയ ഗോപുരങ്ങളാണത്. പല പാട്ടിലൂടെയും കവിതകളിലൂടെയൊക്കെ ആ ജീവിതത്തെ ഇന്നും നമ്മൾ അടുത്തറിയുകയാണ്. ഇന്നും അവർ നമ്മോടുകൂടി ജീവിക്കുകയാണ്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം തൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താനന്തമാർക്കും.